71ാമത്തെ വയസ്സിൽ സ്ത്രീകൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും? ജീവിതത്തിൽ ഒരുപാട് ആൾക്കാർ മോട്ടിവേറ്റ് ചെയ്യേണ്ട ഒരാളാണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത്, ആലീസ് മാത്യു. മാം നമസ്കാരം. ഒരു ക്വസ്റ്റ്യനിലൂടെയാണ് എനിക്ക് തുടങ്ങാൻ ആഗ്രഹിക്കുന്നത്. ആദ്യമായിട്ട് എൻ്റെ ചോദ്യം ഇതാണ്, 71ാമത്തെ വയസ്സിൽ ഒരു സ്ത്രീ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഭക്ഷണത്തിൽ ശ്രദ്ധിക്കണം, പിന്നെ അവരുടെ ഡെയിലി ആക്ടിവിറ്റീസ്. കാരണം നമുക്കൊരു നിഷ്ഠയോടുകൂടി നമ്മൾ ജീവിച്ചാൽ മാത്രമേ നമുക്ക് ആരോഗ്യമായിട്ടിരിക്കാൻ പറ്റത്തുള്ളൂ. മനസ്സിലായല്ലേ? എനിക്ക് വയസ്സായി എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ സാധാരണ ഞാൻ കണ്ടിട്ടുള്ളത് കേട്ടോ, എൻ്റെ ഗ്രാൻഡ് പേരൻസിനെയും ഒക്കെ കണ്ടത് പ്രായമായെന്നും പറഞ്ഞുകൊണ്ടുള്ള ഒരിതാണ്. പക്ഷെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യണം. ഒരു ഡെയിലി റൊട്ടീൻ വേണം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ രാവിലെ ഒരു 5 മണിക്ക്, ചിലപ്പോൾ 4:30 ആകുമ്പോൾ എഴുന്നേറ്റ് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പിന്നെ യോഗ ചെയ്യും, പിന്നെ നടക്കും, കുറേ ദൂരം നടക്കും. അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ എൻ്റെ വീഡിയോ നോക്കാനായിട്ടും എൻ്റെ കമ്പ്യൂട്ടർ നോക്കാനായിട്ടും ഒക്കെ പോകുന്നത്. പിന്നെ അതുപോലെ ഞാൻ ഭക്ഷണം കഴിക്കുന്നതിൽ വളരെ കെയർഫുള്ളായിട്ടാണ് കഴിക്കുന്നത്. കുറച്ച് കഴിക്കും. അതെ, കുറച്ചെന്ന് പറഞ്ഞാൽ ഒരു ഇച്ചിരി കൺട്രോൾഡ് തന്നെയാണ് കഴിക്കുന്നത്. പിന്നെ വെയിങ് സ്കെയിൽ, ദിവസവും ഞാൻ സ്കെയിലൊക്കെ കയറി നോക്കും. എൻ്റെ വെയിറ്റ് അന്നേരം കൂട്ടാനായിട്ട് ഞാൻ സമ്മതിക്കത്തില്ല. ഇച്ചിരി കൂടിയെന്ന് പറഞ്ഞു കഴിയുമ്പം ഞാൻ അതിനൊക്കെ ആയിട്ട് എക്സർസൈസ് ചെയ്യും. പിന്നെ എൻ്റെ വാച്ച് വന്നിട്ട് ഐവാച്ചാണ്. ഈ ഐവാച്ചിൽ നമുക്ക് എത്ര കാലറി ബേൺ ചെയ്യാമെന്നുള്ളതുണ്ട്. അപ്പോൾ അതിന് ഞാനൊരു 470 കാലറീസ് പെർ ഡേ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ കാലറി ഞാൻ ബേൺ ചെയ്യും. അപ്പോൾ ഇച്ചിരിയൊക്കെ ഉഴപ്പായി എന്ന് പറഞ്ഞാലും ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഫിസിക്കൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. പിന്നെ കഴിവതും ഞാൻ സ്റ്റെപ്സേ കയറുള്ളൂ. സ്റ്റെപ്സ് കയറുമ്പോൾ 2 സ്റ്റെപ്പ് വെച്ച് കയറും. ഇപ്പോഴും 2 സ്റ്റെപ്പായിട്ട് ഫാസ്റ്റായിട്ട് പോകും. പക്ഷെ അതൊക്കെ നമ്മളൊന്ന് കണ്ടിന്യൂ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നടക്കുകയുള്ളൂ. അപ്പോൾ അതൊക്കെ കൊണ്ടായിരിക്കാം എനിക്ക് ഇങ്ങനെ. പിന്നെ ദൈവം തന്ന കാര്യം. അതെ. ആരാണ് ആലീസ് മാത്യു? ഐ എം ഡോക്ടർ ആലീസ് മാത്യു. ഞാനൊരു റിട്ടയർഡ് പ്രൊഫസറാണ്. അമേരിക്കയിൽ നിന്നും ഒരു ടെന്വേർഡ് പ്രൊഫസറായിട്ടിരുന്നേച്ച് റിട്ടയർ ആയതാണ്. 15 വർഷം അവിടുത്തെ പല യൂണിവേഴ്സിറ്റികളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ അമേരിക്കയ്ക്ക് പോയിട്ട് 27 വർഷം അമേരിക്കയിലുണ്ടായിരുന്നു. ഞാനൊരു നേഴ്സായിട്ടാണ് പോയത്. അവിടെ ചെന്ന് ജീവിതത്തിൻ്റെ പ്രാരാബ്ദങ്ങൾ, ഞാനും ഹസ്ബൻഡും മോനും കൂടിയാണ് പോയത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ കുറേ വർഷക്കാലങ്ങളിൽ നമ്മൾ ശരിക്കും കഷ്ടപ്പെടണം, എന്നാലേ ഒന്ന് 2 കാലം നിൽക്കാൻ പറ്റൂ. അപ്പോഴത്തേന് വർക്ക് ചെയ്ത് പണ്ടേ ഉണ്ട് എനിക്ക് ഭയങ്കര വലിയ ആളാകണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹം. ചെറുപ്പം മുതലേ ഉള്ള ആഗ്രഹം. ആക്ച്വലി എന്നെ മോട്ടിവേറ്റ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മമ്മിയാണ് എനിക്ക് മോട്ടിവേറ്റ് ചെയ്യുന്നത്. കാരണം അന്നത്തെ കാലത്ത് കുറച്ച് വിഷമത്തിൽ കൂടിയൊക്കെ പോയതാണ്. പക്ഷെ എന്നാലും മമ്മി നോ റിട്രീറ്റ് നോ സറണ്ടർ എന്നുള്ള ഒരു രീതിയിലാണ് ഞങ്ങൾ 6 മക്കളെയും വളർത്തിയത്. പപ്പായ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാലും മമ്മിയാണ് കൂടുതൽ ഇനിഷ്യേറ്റീവായിട്ട് ചെയ്തത്. അപ്പോൾ എനിക്ക് ആ ഒരു മമ്മിയുടെ ഒരു ജീനാണ് എൻ്റെ കൂടുതലായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളതുകൊണ്ട് എനിക്ക് ആ ഒരു വിഷമമൊക്കെ നമ്മുടെ മാറണം എന്നുള്ള രീതിയിലാണ് ഉണ്ടായിരുന്നു. ചെറുപ്പം മുതലേ എനിക്ക് ഡോക്ടറാണോ എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഞാനാണ് വീട്ടിലെ ഏറ്റവും മൂത്തത്. 6 പിള്ളേരുണ്ട് ഞങ്ങളുടെ വീട്ടിൽ. അപ്പം പപ്പായ്ക്കും മമ്മിക്കും ഒന്നും ജോലിയൊന്നുമില്ല. നമുക്ക് ഈ പണ്ടത്തെ കാലത്ത് തേങ്ങായും കുരുമുളകും കിട്ടുന്നതൊക്കെ വെച്ചല്ലേ നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് മെഡിസിൻ വിടാനായിട്ട് ഒരു നിവൃത്തിയില്ല. അതുകൊണ്ട് ഞാൻ അടുത്തുനിന്ന് നേഴ്സിങ്ങിന് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ നേഴ്സിങ്ങിന് പോകണമെന്ന് ഭയങ്കരമായിട്ട് അങ്ങ് ആഗ്രഹിച്ചു. ഞാൻ പിന്നെ എൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കാര്യമാണെങ്കിൽ ഭയങ്കര സിൻസിയറാണ്, ഫുൾ എഫേർട്ട് അങ്ങോട്ട് ഇടും. അങ്ങനെ ഞാൻ BSc സെക്കൻഡ് ഇയർ പഠിക്കുമ്പം വീട്ടുകാർ പറഞ്ഞു, പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പം നേഴ്സിങ്ങിന് പോകാൻ പറ്റിയില്ല, പ്രായം തികഞ്ഞില്ല, 18 വയസ്സായില്ല. അപ്പം BSc കൊണ്ട് ചേർത്ത് മിണ്ടിപ്പോകരുത് നേഴ്സിങ്ങിനെ കുറിച്ചെന്ന് പറഞ്ഞു. അന്ന് അത്രയും വരുന്നതേ ഉള്ളൂ. അന്നൊക്കെ നേഴ്സിങ്ങിന് പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചിൽ പോലെയാണ്. ഒരു ഇപ്പോഴത്തെ കാലം നിങ്ങൾക്കൊന്നും അത് അറിയത്തില്ലായിരിക്കും. അന്നത് കുറച്ചില്ല. കാരണം ഒന്നും ഇല്ലാത്തവരാണ് നേഴ്സിങ്ങിന് പോകുന്നത്, ഒരു ഗതി ഇല്ലാത്തവരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു കൺസെപ്റ്റ് ആയിരുന്നു അന്ന്. പക്ഷേ അന്ന് ഞാൻ ഓർത്തു എനിവേ മെഡിസിൻ വിടാനായിട്ട് പോകാൻ പറ്റത്തില്ല. നമ്മളെ ഹയർ സ്റ്റഡീസിന് പോയെന്നാൽ അപ്പം എൻ്റെ ഇളയത്തുകൾ ഇങ്ങനെ പഠിച്ചു വരുവാ, അപ്പം നടക്കുകയില്ല. അന്നേരം ഞാൻ നോക്കിയപ്പം ഒരു നേഴ്സിങ്ങിന് പോകാം. അപ്പോൾ എൻ്റെ ആൻറ്റീസൊക്കെ നേഴ്സിങ്ങിന് പോയവരുണ്ട്, അവരൊക്കെ നല്ല നിലയിലായിട്ടുള്ളവരുണ്ട്. അങ്ങനെ പോകാമെന്ന് വിചാരിച്ചു. പക്ഷെ BSc ചേർത്തപ്പം പറഞ്ഞു മിണ്ടിപ്പോകരുതാ പറഞ്ഞു. അമ്മയും പപ്പായും മമ്മിയും പറഞ്ഞു. എന്നിട്ട് ഞാൻ അടുത്ത് എൻ്റെ ഒരു ഫ്രണ്ടാണ് എനിക്കൊരു ആപ്ലിക്കേഷൻ തന്നു, അങ്ങനെ അയച്ചു, രഹസ്യമായിട്ട് അയച്ചു. ഇന്റർവ്യൂവിന് കാർഡ് വരുമ്പോഴാണ് അറിയുന്നത്. അന്ന് പപ്പ കുറേ വഴക്ക് പറഞ്ഞു. എന്നാലും ഞാൻ പറഞ്ഞു ഞാൻ പോയിട്ടേ ഉള്ളെന്ന് പറഞ്ഞു.
പോകണമെന്ന് പറഞ്ഞു. എന്നും പറഞ്ഞിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അത് ജനറൽ നേഴ്സിംഗാണ്. എൻ്റെ അങ്കിൾസാണ് കൊണ്ടുപോകുന്നത്. അവർ പറഞ്ഞു നീ BSc സെക്കൻഡ് ഇയർ വരെ പഠിച്ചു വെച്ച് ജനറൽ നേഴ്സിങ്ങിന് പോകുന്നില്ല. ഞാൻ പറഞ്ഞു ഞാൻ പോയിട്ടുള്ള കാര്യമേ ഉള്ളൂ. ഭയങ്കര സ്റ്റബേണായിട്ട് ഞാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പാസ്സായി, ഡിസ്റ്റിങ്ഷനോടുകൂടി അവിടെ പാസ്സായി. ഞങ്ങളുടെ സിസ്റ്റർ മാത്യൂസ് എന്ന് പറയുന്ന ഡീനുണ്ടായിരുന്നു. ഡീനോട് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചതാണ്, സിസ്റ്റർ എനിക്ക് ഡോക്ടറാണ്. അന്നേരം അവരെന്നോട് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, എന്താ നേഴ്സിങ്ങിന് വന്നതെന്ന്. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഡോക്ടറാകാനായിരുന്നു ഇഷ്ടം, പക്ഷേ വീട്ടിലൊരു നിവൃത്തിയില്ല, അതുകൊണ്ട് നേഴ്സിങ്ങിന് വന്നതാണ്. അതുകൊണ്ട് എനിക്ക് നേഴ്സായി കഴിഞ്ഞിട്ട് ഡോക്ടറാകുമെന്ന് ചോദിച്ചു. അപ്പോൾ ആ സിസ്റ്റർ പറഞ്ഞത് അതിനെന്നെ ആലീസ നീ മെഡിക്കലായിട്ട് പഠിക്കാകാമെന്ന് പറഞ്ഞു. അപ്പം അന്നേരം എന്നിട്ട് അങ്ങനെ പറഞ്ഞു, പിന്നെ നേഴ്സിംഗ് പഠിക്കുന്നതിൻ്റെ അല്ലേ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അങ്ങനെ അന്നേരം എനിക്കെൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ നേഴ്സിംഗ് കോൺഫറൻസിനൊക്കെ പോകുമ്പോഴേ ഈ ഓൾ ഇന്ത്യ നേഴ്സസ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റൊക്കെ ഒന്ന് സംസാരിക്കുന്ന കാണുമ്പോൾ എനിക്ക് ഇവരെ പോലെ ആകണമെന്ന് പറഞ്ഞുകൊണ്ടാണ് എൻ്റെ അന്നേ ആഗ്രഹം. എനിക്ക് ശരിക്കും ഞാൻ പറയുകയാണ്, എനിക്ക് അന്നേ ഉണ്ട് ഏറ്റവും ഹയസ്റ്റ് ടോപ്പ് ലെവലിൽ എത്തണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം എല്ലാത്തിലും. അതിനായിട്ട് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് എല്ലാം ഉപയോഗിക്കുകയും ചെയ്യും. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു പ്രേമം വന്നുപോയി. പ്രേമം വന്നു കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ഡൈവേർട്ടായി, പ്രേമമായി, പിന്നെ കല്യാണമായി, പിന്നെ കൊച്ചായി. അപ്പം പിന്നെ കെട്ടിയത് അത് ഒന്നുള്ള ആള് തന്നെയാണിത്. അദ്ദേഹത്തിന് എന്നോട് പ്രണയം ഉണ്ടായിരുന്നു പറഞ്ഞാൽ എന്നോട് പറഞ്ഞില്ല. കണ്ടുമുട്ടുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ സിസ്റ്റർ എൻ്റെ സീനിയർ ആയിരുന്നു. അപ്പം സീനിയർ ആനി ആണ്. പുള്ളിക്കാരത്തിയോടുമായിട്ട് സംസാരിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് ഞാൻ കണ്ടു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് പോളിയോ വന്ന ആളാണ്. അപ്പോൾ നടക്കാനായിട്ടൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പിന്നെ നല്ലതായിട്ട് വാചകടിക്കും, ഭയങ്കര വാചകടിയാണ്. വാചകടിച്ചപ്പോൾ ഞാനും കുറവൊന്നുമല്ല. അപ്പോൾ നമ്മൾ ഒരാൾ സംസാരിക്കാനുള്ളപ്പോഴേ അങ്ങനെ അങ്ങ് നമുക്കൊരു ഫ്രണ്ട്സായി, ഒരു ബ്രദർ എന്നുള്ള നിലയിൽ. പക്ഷേ ഞാൻ പഠിച്ച് പാസ്സായി കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ എനിക്കൊരു 21 പേജുള്ള ലെറ്ററാണ് തരുന്നത്, പ്രണയലേഖനം. എനിക്കറിയത്തില്ല തന്നെയാന്ന്. അപ്പം ഞങ്ങൾ ചുമ്മാതെ അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതെഴുതുമായിരുന്നു, ബ്രദർ സിസ്റ്റർ എന്നും പറയുന്നുണ്ട്. അതുകൊണ്ട് വീട്ടിൽ വന്ന് ഞാൻ വീട്ടിൽ ചെന്നേ വായിക്കാവുള്ളെന്ന് പറഞ്ഞു. ഒരു അവധിക്ക് വരുവാണ് അന്നേരമാണ് അത് 4th ഇയർ ഞാൻ പഠിച്ച് കഴിഞ്ഞപ്പോൾ ഗ്രാജുവേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് എനിക്ക് പ്രണയം പറയുന്നത്. അപ്പൊ ഇതിന്റെ ഇടയ്ക്കൊക്കെ ആള് കാണാൻ വരുന്നുണ്ട്? അങ്ങനെയൊന്നും കാണാൻ വരുവല്ല, വല്ലപ്പോഴും. നമ്മൾ പ്രേമൊന്നും ഇല്ലല്ലോ. അപ്പൊ ഇടയ്ക്ക് ലെറ്റർ എഴുതും. അപ്പൊ പുള്ളിക്കാരൻ്റെ സിസ്റ്ററിന് എഴുത്ത് വരും. അപ്പൊ അതിനേക്കാളും കൂടുതൽ എനിക്ക് വരും. ഞങ്ങൾ എല്ലാവരുടെയാണ് വായിക്കുന്നത്, ക്ലാസ്സിലുള്ളവരും ഇവളും എല്ലാം, നാത്തൂനും ഒക്കെ കൂടെ ഇരുന്നുകൊണ്ടാണ് വായിക്കും. അന്നേരം പ്രേമമില്ലല്ലോ, പിന്നെ നമുക്കിപ്പോൾ അമ്മ പറയുന്നതന്നെ എന്നാ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലെറ്റർ കണ്ടു കഴിഞ്ഞപ്പോഴേത്തിനുണ്ട് പുള്ളിക്ക് എന്നോട് പ്രേമമാണെന്ന് പറഞ്ഞു. ഞാൻ ആകെ തകർന്നു പോയി. 21 പേജ് വായിച്ചു. ഞാൻ വീട്ടിൽ വന്ന് വായിച്ചു നോക്കി. എന്നിട്ട് ഞാൻ സ്റ്റണ്ണടിച്ചു പോയി. എന്തോ ഇങ്ങനെയൊക്കെ പ്രേമാന്ന് പറയുന്നത്. അതിൽ എഴുതിയിരിക്കുന്ന വാക്ക് ഇപ്പോഴും ഓർമ്മയുണ്ടോ? അതിനകത്ത് എഴുതിയിരിക്കുന്നുണ്ട്, ഗോഡ് ഹാസ് പ്ലേഡ് എ ക്രൂവൽ ഗെയിം ഓൺ മീ, ഹൂ വിൽ കം വിത്ത് മീ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഞങ്ങൾ ഇംഗ്ലീഷിൽ എഴുതുള്ളായിരുന്നു കേട്ടോ അന്ന് പ്രേമം. അപ്പം പുള്ളി ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ എനിക്ക് കുറയ്ക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഡിക്ഷണറി എടുത്ത് വെക്കാബുലറി ഒക്കെ പഠിച്ചാണ് എഴുതുന്നത്. എന്തായാലും തോറ്റു കൊടുക്കുന്ന പ്രശ്നമില്ല. എൻ്റെ ഒരു ലൈഫിൽ എനിക്ക് തോൽക്കുക എന്നുള്ളത്, ഞാൻ തോറ്റാൽ കുഴപ്പമില്ല, പക്ഷേ ഞാൻ മാക്സിമം ജയിക്കാനായിട്ട് ട്രൈ ചെയ്യുന്ന കൂട്ടത്തിലുള്ളതാണ്. ഞാൻ എന്നിട്ട് പോയി ബൈബിൾ തുറന്നു. കാരണം വീട്ടിൽ എന്നെ തല്ലിക്കൊല്ലും പ്രേമമാണെന്ന് പറയാം. അതോ എനിക്ക് ഭയങ്കര ആസ്പിറേഷനുള്ള ഒരു ലേഡിയാണ് ഞാൻ. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ബൈബിൾ തുറന്നു വെച്ചിട്ട് ബൈബിൾ എടുത്ത് വായിച്ച ഒരു പാണലില, നിങ്ങൾക്കറിയാവോ? പാണൽ എന്ന് പറയുന്ന ഒരു ചെടി, അതിൻ്റെ ഇല ഞാനൊന്ന് ടോസ് ചെയ്തു. അത് മലന്ന് വീഴുവാണെങ്കിൽ പ്രേമിക്കാം. അപ്പോൾ അത് ടോസ് ചെയ്തപ്പോൾ മലന്ന് വീഴും. അപ്പം ഞാനങ്ങ് പ്രേമിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ പ്രേമമായി. കാരണം ഞാൻ വിചാരിച്ചത് എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ നല്ല ആരോഗ്യമുള്ള ഒരാളെ കല്യാണം കഴിച്ചിട്ടെ ഒരു ആക്സിഡൻറ്റിൽ എന്നതേലും പുള്ളിയുടെ കാലിന് എന്തെങ്കിലും പറ്റിപ്പോയെങ്കിൽ ഞാൻ ഉപേക്ഷിക്കാൻ പോകുന്നോ? ഇല്ല. അപ്പോൾ ഇങ്ങനെ മേലാത്ത ഒരാൾക്ക് ശരിയാ, കുഴപ്പമില്ല, അങ്ങനെ ഇരിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ കല്യാണം കഴിച്ചു. അപ്പോൾ കല്യാണം കഴിച്ചു. അത് നേരം വെല്ലൂരായിരുന്നു ഞാൻ, CMC ഹോസ്പിറ്റലിൽ. അതിനിടയ്ക്ക് ഒരു ചോദ്യം കൂടി എനിക്കുണ്ട്, വീട്ടുകാർ സപ്പോർട്ടായിരുന്നോ? വീട്ടുകാർ സപ്പോർട്ടൊന്നും അല്ലായിരുന്നു, ഭയങ്കര അഗൻസ്റ്റ് ആയിരുന്നു. പക്ഷേ പിന്നെ അവർക്ക് എൻ്റെ സ്വഭാവം അറിയാം, ഞാൻ സ്റ്റബേൺ വന്ന് ഞാനിങ്ങി ഒളിച്ചോടി പോയി എടുക്കുന്ന വെച്ചാൽ അവർ സമ്മതിച്ചു. അവസാനം സമ്മതിച്ചാ കല്യാണമൊക്കെ കഴിക്കുന്നത്. ഇന്ന് ഞാൻ വെല്ലൂര് കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പം ഹസ്ബൻഡിന് കോട്ടയത്തൊരു ജോലി കിട്ടി, ഫിനാൻഷ്യൽ മാനേജറായിട്ട്. അപ്പം ഞങ്ങൾ കോട്ടയത്ത് വന്ന് കോട്ടയംകാരായി. കോട്ടയത്ത് തന്നെ, ടൗണിൽ തന്നെയായിരുന്നു താമസം, കോടിമതയിലായിരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ ഓർത്തിരുന്നോ ഇന്ന് മിസ് കേരള 2025 മിസ് കേരള ആകുമെന്നുള്ളത്? അങ്ങനെയൊന്നും ഞാൻ ഓർത്തില്ല. പക്ഷേ അല്ലെ കല്യാണം കഴിച്ചിട്ടുണ്ടല്ലോ 81 മോനുണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മാമൻ മാപ്പിള ഹാളിൽ ഒരു പാജന്റ് കാണാനായിട്ട് ഒരു റോട്ടറി ക്ലബിൻ്റെ ഫാഷൻ ഷോയ്ക്ക് പോയി. അപ്പോൾ അവിടെ ചെന്നപ്പം ആ പിള്ളേരൊക്കെ നടന്നു. അന്ന് എൻ്റെ
മുടി അന്നേരം ഇച്ചിരി വെട്ടിയായിരുന്നു, ഒരുപാട് മുടി ഉണ്ടായിരുന്നു. പക്ഷേ പുള്ളി ഒരു ദിവസം കയറി വെട്ടിയതാണ്, അങ്ങനെ വെട്ടി. അപ്പം അങ്ങനെ മുടി വെട്ടിയ പിള്ളേരൊക്കെയാണ് അവിടെ വന്നത്. അന്നേരം ഞാൻ പറഞ്ഞു, ഷോ എനിക്കൊന്ന് മിസ് കോട്ടയത്തിനൊന്ന് ഇത് ചേരാൻ പറ്റിയില്ലല്ലോ, ഇവർക്കൊക്കെ ഒരു മിസ്സസ് കോട്ടയാക്കിയ എന്തോ കുഴപ്പം, അല്ലെ ഒരു മിസ്സസ് കേരള ആക്കിയ എന്നാ കുഴപ്പം, ഒന്ന് ചേരായിരുന്നെന്ന് ആഗ്രഹമായിരുന്നു കേട്ടോ. കാരണം ആ പിള്ളേരിങ്ങനെ റാംബോ ഒക്കെ ചെയ്യുന്നതും സാരി ഇട്ട് വരുന്നതും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് ആഗ്രഹമുണ്ട്. അതുമല്ല, എൻ്റെ ഹസ്ബൻഡ് നാഷണൽ ടെക്സ്റ്റൈൽ കോർപ്പറേഷനിലെ ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുമായിരുന്നു. ഞങ്ങൾ പ്രേമിക്കുന്നതിന് അതിന് മുമ്പിലത്തെ കാലം. അന്ന് പുള്ളി എനിക്ക് 2-3 സാരി കൊണ്ട് തന്നേച്ച് പറഞ്ഞു, അതിൻ്റെ ഒരു മോഡൽ ആയിട്ട് സാരി, അതിൻ്റെ കവർ പേജ്, അവരുടെ മാഗസിന് കവർ പേജ് കൊടുക്കാനാന്ന് പറഞ്ഞു. ഞാൻ പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റാ ഫോട്ടോ എടുത്ത് അന്നേരം എനിക്ക് ഇഷ്ടമാണ്. ഞാൻ മുടിയൊക്കെ കെട്ടി വെച്ച് സാരി ഇങ്ങനെയൊക്കെ വെച്ച് ഞാൻ ഇട്ടു. അങ്ങനെ ആഗ്രഹമുണ്ട്. പക്ഷെ നമുക്ക് അന്നത്തെ കാലത്തൊക്കെ നമ്മളെ ഇതിന് വിടുവോ? നമുക്ക് ഫോട്ടോസ് എടുക്കാനായിട്ടോ ഒന്നിനും വിടുന്ന കാലമില്ലല്ലോ. ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് ഹസ്ബൻഡ് തന്നെയായിരുന്നു. ഹസ്ബൻഡാണ് സപ്പോർട്ട് ചെയ്തത്. അതെ അതെ അതെ. നമുക്ക് ഫോട്ടോസ് ഒക്കെ എന്നിട്ട് എടുത്ത് കൊടുത്തായിരുന്നു. അന്ന് ഞാൻ ഫോട്ടോസ് എടുത്തു. അന്ന് ഹസ്ബൻഡ് എവിടെയാ കോയമ്പത്തൂരാണ്, ഞാൻ വെല്ലൂരാണ്. പക്ഷെ അന്നേരം ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ സാരി തന്നിട്ട് പറഞ്ഞു എൻ്റെ ഫോട്ടോ എടുത്ത് കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഫോട്ടോ എടുത്ത് കൊടുത്ത് മാഗസിനകത്ത് പബ്ലിഷ് ചെയ്ത് വന്നു കേട്ടോ. ഏറ്റവും കൂടുതൽ ശത്രുക്കളുള്ള കാലമാണോ ഈ ഇങ്ങനെ ഒരു റാംവാക്ക് അല്ലെങ്കിൽ മിസ് കേരള 2025 ആയപ്പോഴത്തേക്ക് ശത്രുക്കൾ അങ്ങനെ അല്ലെങ്കിൽ പരിഹാസങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഞാൻ ആരോടും പറയാതെയാ പോയത്. എന്നാന്നറിയാമോ, ഈ ഒരു കാര്യം എനിക്ക് ഇങ്ങനെ പണ്ടൊരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം മിസ്സസ് കേരളയുടെ മിസ്സസ് ഇന്ത്യയുടെ ഇങ്ങനത്തെ ഒരു കണ്ടപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഞാനൊന്ന് അപ്ലൈ ചെയ്യട്ടെ. ഹസ്ബൻഡ് പിന്നെ ഞാൻ എന്തെങ്കിലും പറഞ്ഞെന്നാൽ എതിര് പറയല് കേട്ടോ, പുള്ളി അതിന് ഫുൾ സപ്പോർട്ടാണ്. അപ്പോൾ അന്നേരം പറഞ്ഞു, ഞാൻ എന്നാൽ ട്രൈ ചെയ്യേ, പോകണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കൊന്ന് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്തു. അതുകൊണ്ട് വേറെ ആരോടും പറഞ്ഞില്ല. കാരണം ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർ വല്ലതുമൊക്കെ നെഗറ്റീവായിട്ട് പറയും. എന്തിനാ പറയുന്നത്? എനിക്കിപ്പം ആളുകളുടെ അപ്രൂവൽ വേണ്ട ഒരു കാര്യം ചെയ്യാൻ. മനസ്സിലായി? ഞാൻ തോന്നിയാസം നടക്കുന്നതല്ല. അതുകൊണ്ട് എനിക്ക് നല്ല കോൺഫിഡൻസോട് കൂടി ഞാൻ നടക്കും. അതുകൊണ്ട് എനിക്ക് വേണ്ട. പിന്നെ എൻ്റെ 2 ഫ്രണ്ട്സിനോട് പറയേണ്ടി വന്നു. കാരണം ഞങ്ങൾ ദുബൈക്ക് മസ്കറ്റിൽ പോയപ്പം അന്ന് അവിടെ ഇതിൻ്റെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, സൂം മീറ്റിംഗ്. അപ്പം പുള്ളിക്കാരത്തിയോട് പറയാതിരിക്കാൻ മേലായിരുന്നു. അതുകൊണ്ട് പുള്ളിക്കാരത്തിയോട് പറഞ്ഞു ഇങ്ങനെ പോവാന്ന്. അപ്പം പുള്ളിക്കാരത്തി പറഞ്ഞു, ആലിസ് ചേച്ചി കണിശമായിട്ടും കിട്ടും, കാരണം അവർക്ക് എന്നെ അറിയാവുന്ന ആൾക്കാരെ. അങ്ങനെ 2 ഫ്രണ്ട്സിനോട് മാത്രം പറഞ്ഞപ്പോൾ അവർ 2 പേരും പറഞ്ഞ് കണിശമായിട്ടും തുളസി എന്ന് പറയുന്ന വേറെ എൻ്റെ ഒരു ക്ലാസ്മേറ്റ് ഉണ്ട്, കണിശമായിട്ടും കിട്ടുമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയല്ലാതെ എനിക്ക് നെഗറ്റീവായിട്ടും ശത്രുക്കളുള്ള ആയിട്ടൊന്നും നമുക്കൊന്നും അറിയത്തില്ല. ആദ്യമായിട്ട് റാം വാക്ക് ചെയ്ത സമയത്തുള്ള ഫീൽ എന്തായിരുന്നു? അയ്യോ, അതെന്തോന്നറിയാമോ, എനിക്ക് യൂണിവേഴ്സിറ്റി പ്രൊഫസറായിരുന്നല്ലോ. അപ്പോൾ 72 സ്റ്റുഡൻസ് ഉണ്ട് പഠിപ്പിക്കാനായിട്ട്. ആ കയറി നല്ല സുന്ദരമായിട്ട് ഞാൻ അവരുടെ കണ്ണിൽ നോക്കി സംസാരിച്ച്, കാരണം അമേരിക്കൻ പിള്ളേരെ കയ്യിലെടുത്ത കൂട്ടത്തിലുള്ളതാണ് ഞാൻ. എനിക്ക് അതിനകത്ത് ഒരു വിഷമവും ഇല്ല, കാരണം അത് നമ്മൾ അറിയാവുന്ന ജോലിയാണ്. ആദ്യമായിട്ട് പ്രൊഫസറായിട്ട് കയറിയപ്പം വിഷമമുണ്ടായിരുന്നു. പക്ഷേ ഇതിന് റാംബോക്കിന് വേണമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരെയും ലൈൻ നിർത്തി കഴിഞ്ഞപ്പോഴത്തേനും ഒരു ഭയങ്കര ഒരു വയറ്റിനകത്ത് ബട്ടർഫ്ലൈ പറക്കുക എന്നൊക്കെ പറഞ്ഞ് ഇതാണ് എങ്ങനെയാണ് നടക്കുന്നത്, കാരണം ഇത് എൻ്റെ ഫീൽഡല്ല. പിന്നെ ഞാൻ ഓർത്ത് പോയി ഇപ്പം പിന്നെ അത്ര വലിയ കുഴപ്പമില്ല, ആരും നമ്മളെ തല്ലിക്കൊല്ലാൻ പോകുന്നില്ലേ അല്ലേ. അപ്പം അങ്ങനെ നമുക്കൊരു ചാൻസ് അല്ലേ, എല്ലാവരും നടക്കുന്നില്ലേ, അങ്ങ് പറഞ്ഞിട്ട് നടന്നു. പക്ഷെ നല്ലൊരു ഫീലായിരുന്നു കേട്ടോ, എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ലൊരു വിൻ ചെയ്യുമെന്ന് വിചാരിച്ചായിരുന്നു. ഞാൻ ആദ്യമേ എൻ്റെ 2 ഫ്രണ്ട്സ് അറിയാമായിരുന്നല്ലോ, അവർ പറഞ്ഞു വിൻ ചെയ്യും, നിന്നോട് ആരെങ്കിലും ക്വസ്റ്റ്യൻ ചോദിച്ചൊന്നും മടുപ്പിക്കാൻ പറ്റുകയില്ല. അപ്പം ഞാൻ അന്നേരം ഓർത്തു എനിക്ക് ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചെന്നാൽ ഒരുമാതിരി നല്ലതായിട്ട് ആൻസർ പറയാം എന്നുള്ളതുണ്ട്. പിന്നെ ഏതൊക്കെയാണ് ആക്ടിവിറ്റീസൊക്കെ ചെയ്യാനായിട്ടും ചെയ്യാം, അപ്പം കിട്ടുമായിരിക്കും എന്നോർത്തു. പക്ഷേ കിട്ടുമെന്ന് ഞാൻ ഓർത്തു സാരമില്ല, കാരണം നോർത്ത് ഇന്ത്യൻസാണ് മൊത്തം മുഴുവനും, ഈ സൗത്ത് ഇന്ത്യൻസേ ഉള്ളു. അപ്പോൾ അവരെല്ലാം നല്ല വെളുത്ത് ചുമന്ന് അവർക്ക് മേക്കപ്പ് ചെയ്യാനും അറിയാം. നമുക്കെന്തോന്നറിയാം, ഒരു ഇച്ചിരി ലിപ്സ്റ്റിക് ഇടാൻ അറിയാം, അത്രയ്ക്കുള്ള മേക്കപ്പുകളെല്ലാം ഉള്ളൂ. അപ്പോൾ അന്നേരം ഞാനത് ഓർത്തു, ഇത് ഭയങ്കരമായിട്ട് ഇവരുമായിട്ടാണ് കോമ്പീറ്റ് ചെയ്യുന്നത്. എങ്ങനെ അന്നേരം എൻ്റെ 2 ഫ്രണ്ട്സ് തുളസിയും ആൻസിയും പറഞ്ഞു, ആലിസ് ചേച്ചിക്ക് കിട്ടും, ഒരു വിഷമവും ഇല്ലെന്ന് പറഞ്ഞു. അപ്പോഴത്തേനും ഞാനും മനസ്സുകൊണ്ടൊന്ന് ആഗ്രഹിച്ചു കേട്ടോ, കിട്ടുമായിരിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് ആഗ്രഹിച്ചു, കിട്ടുമായിരിക്കും, നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, എൻ്റെ ദൈവമേ, ഞാൻ ഏറ്റവും ലാസ്റ്റാണ്, ഞാൻ ഡിബേറ്റ് ചെയ്യുമായിരുന്നു, പോണോ വേണ്ടേ. ഹസ്ബൻഡിനോട് പറയും അപ്ലൈ ചെയ്യട്ടെ, വേണോ
ഇതിനെല്ലാം വേണോന്ന് ചോദിക്കും. ഞാൻ പറയും വേണം. എന്നാ പോ, വേണോ വേണ്ട എന്നുള്ള അതിലാണ് അപ്ലൈ ചെയ്യാനായിട്ട് അപ്ലൈ ചെയ്യുമ്പോഴേ അങ്ങനെ വന്നപ്പോൾ എന്നാ പറ്റുന്ന ലാസ്റ്റ് മൊമെന്റ് ആയിപ്പോയി. 2 മാസമേ ഉള്ളൂ ഇനി ഫിനാലയ്ക്ക്. അപ്പോൾ അവര് ഓഡീഷൻ, ഓൺലൈനിൽ ഓഡീഷൻ നടത്തി, അവർ റാംബോ ഒക്കെ ചെയ്യിപ്പിച്ചു. അപ്പോൾ ഇങ്ങനെ പോകണമെന്ന് പ്ലാൻ ചെയ്തപ്പോൾ ഞാൻ വെളുപ്പിന് എഴുന്നേറ്റ് റാംബോ ഒക്കെ നടത്തുന്നത്. കാരണം ഞങ്ങളുടെ ഹോൾവേയിൽ നല്ല ഇടയുണ്ട്. അപ്പം പയ്യെ യൂട്യൂബിനകത്ത് നോക്കിയേച്ച് റാംബോ ഒക്കെ പഠിക്കാൻ തുടങ്ങി പോകുന്നതിന് മുന്നേ. പിന്നെ ചുമ്മാതെയല്ലേ പോയത്, പഠിച്ചാ പോയി കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു പ്രിപ്പയർ ചെയ്ത് നിന്ന്. പക്ഷേ എന്താ വരികയെന്നറിയാമോ, അവിടെ ചെന്ന് കഴിഞ്ഞ് ഇങ്ങനെ ഞാൻ തന്നെ മിസ്സസ് ഇന്ത്യ 2025 എന്നും പറഞ്ഞിട്ട് ഞാൻ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞ് ആദ്യത്തെ ദിവസം പറയുകയാണ്, അപ്പോൾ 3 ജോഡി ഡ്രസ്സ് എനിക്കില്ല. ഒരു ഹവായിയൻ പൂൾ പാർട്ടിക്ക് വേണ്ടി ഹവായി ഡ്രസ്സ് വേണം, പിന്നെ ഒരു ഗോഡസിൻ്റെ ഒരു ഡ്രസ്സ് വേണം, പിന്നെ വേറെ ഏതാണ്ടൊരു ഡ്രസ്സും ഇല്ല എനിക്ക്. കാരണം എനിക്ക് ഇവർ ലാസ്റ്റ് മൊമെൻ്റ് ആയതുകൊണ്ട് ഇവർ ഇതിൻ്റെ വിവരങ്ങളെല്ലാം നേരത്തെ പറഞ്ഞായിരുന്നു. അപ്പം ഞാൻ അധികം ചോദിക്കാനും മറന്നുപോയി. 2-3 ഡ്രസ്സുകളുടെ കാര്യം മസ്റ്റ് പറഞ്ഞ്. റെഡ് വേണം, പിന്നെ ലെഹങ്ക വേണം, ഒരു ട്രഡീഷണൽ ഡ്രസ്സ് വേണം, ബാക്കി ദിവസവും 10 ജോഡി ഡ്രസ്സ് വേണമെന്ന് പറഞ്ഞു. അപ്പം എൻ്റെ 10 ജോഡി ഡ്രസ്സൊക്കെ ഉണ്ട്, പക്ഷേ ഇതില്ല. ഗോൾഡൻ ഗോഡസിൻ്റെ ഒരു ഡ്രസ്സ് വരുമ്പോൾ എനിക്കില്ലിടാനായിട്ട്. അപ്പോഴത്തേനും ഞാൻ ആകെ തകർന്നു പോയി കേട്ടോ. ആകെ ഡസ്പടിച്ചെന്ന് പറഞ്ഞാൽ ആകെ ഡസ്പടിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേന്, കാരണം എൻ്റെ 2 കൂട്ടുകാരികളാണ് പറയുന്നത് നീ ജയിക്കുമെന്ന്. അപ്പോൾ അവരെ ഒക്കെ ഞാൻ മെസ്സേജ് അയച്ചു. ഒരു രക്ഷയില്ല കേട്ടോ, കാരണം അവരെ ഡിസപ്പോയിൻറ്റ് ചെയ്യരുതല്ലോ ഞാൻ. ഇതുപോലെയാണ്, എനിക്ക് ഡ്രസ്സില്ല, ഒന്നുമില്ല. അന്നേരം എന്നെ തുളസി പറയുന്നത് അങ്ങനെയാണെന്നറിയാം, നീ അമേരിക്ക ട്രംപിൻ്റെ കൊച്ചുമക്കളെ പോയി പഠിപ്പിച്ച് അവരുടെ കയ്യിൽ നിന്നും കൈയടി വാങ്ങിച്ചു വന്നാ, പിന്നെ നിനക്ക് ഇതാണ് വലിയതെന്നൊക്കെ പറഞ്ഞ് വലിയ കാര്യത്തിൽ നമ്മളെ പൊക്കി ബൂസ്റ്റ് ചെയ്ത് വിട്ടിരിക്കുക. ഇതോടെ ഞാൻ പറഞ്ഞു ഒരു രക്ഷയില്ല, കൊണ്ട് എക്സ്പെക്ട് ചെയ്യേണ്ടെന്ന് പറഞ്ഞു. അന്നേരം ഒരു ഫ്രണ്ട് തുളസി പറഞ്ഞു, ആ സാരമൊന്നുമില്ല, നീ ജയിക്കും. മറ്റേ ആൾ പറഞ്ഞു, സാരമില്ല ആലിസ് ചേച്ചി, കുഴപ്പമില്ല. ഉടനെ തന്നെ അവൾ എഴുതിയിരിക്കുകയാണ്, താഴെ മെസ്സേജ് അയച്ചു, അതിന് ദൈവമല്ലേ കൂടെയുള്ളൂ, ആലിസ് ചേച്ചി ഇതിനെ വിഷമിക്കും, ധൈര്യമായിട്ട് പോയി. സത്യമായിട്ടും പറയുവാണേ, അന്ന് ഞാൻ ആദ്യത്തെ ദിവസം ഭയങ്കരമായിട്ട് ഡസ്പടിച്ചു പോയി കേട്ടോ. ഞാൻ എന്നാ അടുത്തറിയാം, പിന്നല്ല, വേണ്ട, എനിക്ക് വേണ്ട കിരീടം. ഇപ്പം ഞാൻ പറയട്ടെ, 70 വയസ്സുള്ള എനിക്ക് ഒരു ഗൗൺ ഇട്ടോണ്ട് ഇത്രയും പേരുടെ മിന്നല് ഒന്ന് നിൽക്കാൻ സാധിക്കാന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഇതാണ്. എനിക്ക് ഗൗൺ ഇട്ടണമെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ ഇട്ടുകൊണ്ടെന്നാൽ എല്ലാവരും കൂടെ എന്നെ തല്ലിക്കൊല്ലും അല്ലേ. ഒരു ലെഹങ്ക ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം അന്നേരം ഞാൻ റാംബോ ചെയ്യാനായിട്ട് പറ്റുമോ? ചുമ്മാതെ ഒന്ന് നടന്നാൽ തന്നെ ആളുകൾ വല്ലതൊക്കെ പറയുക, ഇവർക്ക് തലയ്ക്ക് വട്ടാന്ന് പറയല്ലേ. അപ്പം ഞാൻ ഓർത്തു, ഇത്രയും പേരുടെ മിന്നൽ ഈ ഒരു ചാൻസ് കിട്ടുന്നത് ഭയങ്കരമല്ലേ. ഇവരുടെ ഇത്രയും പേരുടെ മിന്നൽ നമുക്കൊരു ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു മെസ്സേജ് കൊടുക്കാൻ കഴിയുന്നത് നല്ലതല്ലേ. സത്യമായിട്ടും പറയുകയാണേ, ഞാൻ പിന്നെ ഒന്നും വിചാരിച്ചില്ല. ഞാൻ അന്ന് എല്ലാവരും ഗോൾഡൻ കളർ ഇടുമ്പോൾ ഞാൻ റെഡ് അല്ല, ഒരു മെജണ്ട ഈ റാണി പിങ്ക് എന്ന് പറയുന്നില്ല, റാണി പിങ്ക് എന്ന് പറയുന്നത് അത്രയും ഒരു ഡ്രസ്സ് ഇട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഐ ആം യൂണീക്ക് എന്നും കൊണ്ടുപോയി. ടാലൻറ്റിൻ്റെ ഉണ്ടായിരുന്നു അവിടെ. ടാലൻറ്റ് വെച്ച് കഴിഞ്ഞപ്പോഴും ഞാൻ ഓർത്ത് എന്നാണെന്നറിയാമോ, ഒരു പാട്ട് പഠിച്ചേച്ച് പോകാം. കാരണം ഈ വൈകുന്നേരമൊക്കെ ക്യാമ്പ് ഫയറും എല്ലാം ഉള്ളപ്പോഴേ എന്നേലും പറഞ്ഞാൽ വരണം പാടാവുന്നു. അവിടെ ചെന്നപ്പോൾ എല്ലാവരും യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിന് വരുന്ന പോലെയാണ് വന്നിരിക്കുന്നത്. ഭയങ്കര പ്രോപ്പർട്ടീസും എല്ലാം ആയിട്ട് ഡാൻസാ മൊത്തം. 40 പേരുള്ളതിൽ 37 പേരും ഡാൻസാ. 3 പേര് മാത്രമേ ഉള്ളൂ പാട്ട് പാടി. അത് 2 പേർക്ക് വന്നിട്ട് കരയോക്കി വെച്ചാൽ പാടും. എനിക്കതൊന്നും ഇല്ല. ഞാനിങ്ങനെ അങ്ങോട്ട്, അതോ നമുക്ക് ആ സ്പോട്ടിലാണ് പറയുന്നത്. ഞാനെന്തോടത്തെന്ന് അറിയാമോ, ഞാനൊന്ന് പ്രാർത്ഥിച്ചു, ദൈവമേ നീ എനിക്ക് തോന്നിച്ചു തരണം, എനിക്കറിയാൻ മേല എന്നാ ചെയ്യാനായിട്ട്. എനിവേ തോക്കുന്ന, നോ റിട്രീറ്റ് നോ സറണ്ടർ. ഞാൻ എൻ്റേത് പെർഫോം ചെയ്യും. ഞാൻ അങ്ങോട്ട് ചെന്ന് നിന്നുകൊണ്ട് പറഞ്ഞു, ഞാനൊരു എൻ്റെ ടാലൻറ്റ് മോട്ടിവേഷണൽ സ്പീക്കിംഗ് ആണ്. നിങ്ങളെ 10 മിനിറ്റ് തരുവാണെങ്കിൽ നിങ്ങളെ ഞാൻ മോട്ടിവേറ്റ് ചെയ്യാം, പക്ഷേ നിങ്ങൾക്കില്ലായിരിക്കും. പക്ഷേ ഐ എം ഗോയിങ് ടു ഷോക്ക് യു എന്ന് പറഞ്ഞു. അവരെല്ലാവരും കണ്ണും വിഴിച്ചിരുന്നു. പാതിരായ്ക്ക് 2 മണിക്കാണ് വെളുപ്പിന്. ഞാൻ പറഞ്ഞു ഐ ആം 71 years old. ഞാനിത് ഈ ടവർ പോലെ നിൽക്കുക, കാരണം എനിക്ക് ഇച്ചിരി പൊക്കമൊക്കെ ഉള്ളതുകൊണ്ട് പറഞ്ഞു, നിൽക്കുന്ന വിത്ത് ഫുൾ കോൺഫിഡൻസും കറേജും കൊണ്ട് തന്നെയാണ് വന്ന് നിൽക്കുന്നതെന്ന് പറഞ്ഞു. എനിവേ ഞാനൊരു പാട്ട് പാടാൻ പറഞ്ഞിട്ട്, നിങ്ങൾക്കറിയാമെന്ന് അറിയത്തില്ല, ഐ ഹാവ് എ ഡ്രീം എന്ന് പറഞ്ഞൊരു പാട്ട് ഞാനങ്ങ് പാടി. ഞാൻ പാടി തൊട്ടില്ല, ഫുൾ ഒരു ഇമോഷൻ, ഒരു അങ്ങിട്ടാ പാടിയത്. നല്ലൊരു പാട്ടാണ് കേട്ടോ. അതെ,
അങ്ങ് പാടിയിട്ട് ആളുകളെല്ലാം കൂടെ അങ്ങ് ഇതുപോലെയൊന്നും മൂവ് ആകാനായിട്ടില്ല, എല്ലാവരും കൂടെ ഓടി വന്ന് കെട്ടിപ്പിടിച്ച്, ഇവനൊരു 13 വയസ്സുള്ളൊരു കൊച്ചു പോലും വന്നിട്ട് ആൻറ്റി ഭയങ്കര വണ്ടർഫുള്ളാണ് എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ. അത് ഞാൻ പറയുന്നത് എന്നാന്നറിയാം, അന്നേരം ഞാൻ വിട്ടുകളഞ്ഞു. ഏതാ കിട്ടണ്ട, കിട്ടിയില്ലേലും കുഴപ്പമില്ല, എൻ്റെ ചാൻസ് കിട്ടി, ഞാൻ ചെയ്യുവാണ്, ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ഞാൻ ആരോടും പറയാതില്ലേ പോയിരിക്കുന്നത്. എൻ്റെ വീട്ടിൽ മമ്മിയോട് പോലും പറഞ്ഞില്ല, എൻ്റെ മോനോട് പറഞ്ഞു. പിന്നെ ഈ 3 ഫ്രണ്ട്സിന് അറിയാം, അത്രയും പേർക്ക് അറിയാവുള്ളൂ, അതുകൊണ്ട് പിന്നെ വന്നേച്ചെന്നാ. പിന്നെ വന്നു കഴിഞ്ഞാൽ ഞാൻ പറയും, യൂട്യൂബിൽ കൂടെ പറഞ്ഞേനെ ഞാൻ പോയച്ച് തോറ്റു വന്നു, എനിക്കിതിന് മടിയില്ല പറയാൻ, അന്ന് പറയാമെന്നും വെച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അതുപോലെ തന്നെ പൂൾ പാർട്ടി, എല്ലാവരും ഹവായിയൻ ഡ്രസ്സ് ഇട്ടുകൊണ്ട് വന്നപ്പോൾ എനിക്കുണ്ടൊരു കറുത്ത ഡ്രസ്സ്, ഒരു ഉടുപ്പ് ഞാനിട്ടു. ഞാൻ പറഞ്ഞു ഈ വലിയ ഡ്രസ്സിനകത്തൊന്നും കാര്യമൊന്നും ഇല്ല, ഉള്ള ഡ്രസ്സിലാണ്. ഇപ്പം എൻ്റെ അറ്റയർ നോക്ക്, ഇതാണ് എനിക്ക്. പക്ഷേ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, ആ ഹാപ്പിനെസ്സിലാണ് കാര്യമൊന്നും പറഞ്ഞൊരു പറച്ചില്ല, അതിനും ഭയങ്കരമായിട്ട് കൈയ്യടി കിട്ടി. അപ്പം നമ്മുടെ ആ പെർഫോമൻസ് കണ്ടിട്ടേ എല്ലാവർക്കും 21 വയസ്സ് തൊട്ട് 71 വയസ്സ് വരെ ഉള്ളവർക്ക് മുഴുവൻ പേർക്കും സെയിം ക്വസ്റ്റ്യൻസ് ആയിരുന്നു, എന്ന് പറയാം സെയിം റൗണ്ട്സ് ആയിരുന്നു, മൊത്തം റൗണ്ട്സിനൊന്നും ഒരു വ്യത്യാസവും ഇല്ലായിരുന്നു. അപ്പം ഞാൻ എല്ലാ റൗണ്ട്സും നല്ല സുന്ദരമായിട്ടങ്ങ് ചെയ്തു. റാംബോക്കൊന്നും പെർഫെക്റ്റ് ആണെന്ന് വെച്ചാൽ അല്ല, കാരണം ഞാൻ തന്നെത്താനെ ഈ യൂട്യൂബിൽ നോക്കിയിട്ട് ചുമ്മാ ഏതാണ്ട് കാണിച്ചു വെച്ചതല്ലേ. പിന്നെ മിസ് കേരള പിന്നെ അവാർഡ് കിട്ടിയതിന് ശേഷം മകൻ എന്താണ് പറഞ്ഞത്? മക്കളോട് മോനെ ഞാൻ പോകുന്നതിന് മുന്നേ പോകുന്ന ആ ദിവസം പറഞ്ഞു, മോനെ എന്നെ പോലെ ഞങ്ങളിങ്ങനെ ജയ്പൂരിന് പോവാണ് മിസ്സസ് ഇന്ത്യക്ക്. മമ്മി പോയിച്ചു പോകും മമ്മി, കൺഗ്രാജുലേഷൻസ് പറഞ്ഞു. പുള്ളി അധികം സംസാരിക്കുന്ന ആളല്ല. അത് കഴിഞ്ഞ് പോയി വന്നപ്പോൾ ഭയങ്കര സന്തോഷമായിപ്പോയി. അത് കഴിഞ്ഞേച്ച് കൊച്ചുമക്കൾക്കും ഭയങ്കര സന്തോഷം. എന്നിട്ട് മനോരമയിലെ ന്യൂസ് വന്നു കഴിഞ്ഞപ്പോഴും അതിൻ്റെ പേപ്പർ ക്ലിപ്പിംഗ് ഞാൻ അയച്ചു കൊടുത്തു. ഇത് അപ്പോഴും മമ്മിയുടെ ഇത് അറിഞ്ഞിട്ടില്ല, പോയേച്ച് വന്നിട്ട് അറിയുന്നേ. പോയി വന്ന് വിൻ ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഉടനെ അന്ന് തന്നെ ഞാൻ എൻ്റെ കിരീടവും എല്ലാം കൂടെ ആയിട്ട് ഞാൻ മമ്മിയുടെ അടുത്ത് പോയി കാണിച്ചു. മമ്മിക്ക് ഭയങ്കര, മമ്മിയുടെ കണ്ണ് നിറഞ്ഞു പോയി. ഇതിപ്പരം സന്തോഷമൊന്നും വരാൻ, 92 വയസ്സുണ്ട് എൻ്റെ മമ്മിക്ക്. അപ്പം ഇതിപ്പരം സന്തോഷമൊന്നും ഉണ്ടാകാനില്ലെന്നൊക്കെ പറഞ്ഞ് മമ്മിയുടെ തലയിൽ കിരീടമൊക്കെ വെച്ച് കൊടുത്ത് ഭയങ്കര സന്തോഷമായിപ്പോയി. അപ്പോൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മോട്ടിവേഷനായിട്ട് കിട്ടുന്ന ഒരു സിറ്റുവേഷൻ അതായിട്ട് തോന്നിയായിരുന്നു ലൈഫിലെ മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ഞാനൊരു സെൽഫ് മോട്ടിവേഷൻ പേഴ്സണാണ്, മനസ്സിലായോ? സ്വന്തം മമ്മിക്ക് ഒരു കിരീടം കൊടുത്തത് എനിക്ക് ഭയങ്കര, മമ്മിയുടെ ആ സന്തോഷം കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി പോയി. നമ്മുടെ ഉള്ളിൽ നേടിയെടുത്തു മമ്മി. അതാ ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി. മമ്മിയുടെ ഒരു ഹഗ് ഉണ്ടാവും അല്ലേ? പിന്നെ മമ്മിയുടെ കണ്ണ് നിറഞ്ഞു കഴിയുമ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു. കാരണം അന്നേരം ഞാൻ ഓർത്തു എനിക്കും മമ്മി അങ്ങനെ സന്തോഷിപ്പിക്കാനായിട്ട് പറ്റിയില്ലേ എന്നുള്ള ഒരു സന്തോഷം. അതുപോലെ എൻ്റെ കൊച്ചുമോൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പേപ്പർ ക്ലിപ്പ് കൊടുത്തപ്പോൾ അവന് മലയാളം വായിക്കാൻ അറിയാമല്ല. അമ്മച്ചി പ്ലീസ് എക്സ്പ്ലെയിൻ വാട്ട് ഈസ് ദിസ്. അവൻ്റെ ആ എക്സൈറ്റ്മെൻറ്റിലുള്ള ചോദ്യം, എനിക്കറിയാം സംതിങ് ഭയങ്കര നല്ല കാര്യമാണ്. എന്നിട്ട് പറഞ്ഞു മുഴുവനൊന്നും ഒത്തിരുന്നുകൊണ്ടല്ലോ, മുഴുവനും പറഞ്ഞില്ലെങ്കിലും അതിൻ്റെ എസൻസ് എന്നോടൊന്ന് പറയാൻ പറഞ്ഞു. അത്രയ്ക്ക് ഇഷ്ടമായി പോയി കേട്ടോ പിള്ളേർക്കൊക്കെ. ഈ പിന്നെ ട്രംപിൻ്റെ കൊച്ചുമക്കളെ ക്ലാസ് എടുത്തിട്ടുണ്ട്. കൊച്ചുമക്കളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കൻസ് എന്നുള്ളത് അവൾ മീൻ ചെയ്തോളൂ. ഞാൻ പഠിപ്പിച്ച മുഴുവൻ അമേരിക്കൻസിനെ അല്ലേ പഠിപ്പിച്ചത്. ഈ പിന്നെ കൾച്ചർ ഡിഫറെന്റ് അല്ലേ? ഒരുപാട് കൾച്ചർ ഡിഫറൻസ്. പിന്നെ ഭയങ്കര ഡിഫറെന്റ്, കൾച്ചർ ഡിഫറെന്റ്. ഏറ്റവും നല്ല കൾച്ചറായിട്ട് തോന്നിയ ഏതാണ്? നമ്മുടെ ഇന്ത്യൻ കൾച്ചറാണോ അതോ അമേരിക്കൻ കൾച്ചറാണോ? അമേരിക്കൻ കൾച്ചറിൽ ഒരുപാട് കാര്യങ്ങൾ നല്ലതുണ്ട്. എന്നാന്നറിയാമോ, ഇപ്പോൾ നമ്മൾ എവിടെയോട്ടേലും ഒരു സൂപ്പർ മാർക്കറ്റിലോട്ട് പോവുക, ഒരു സ്ത്രീയെന്ന് കണ്ടെന്നാൽ അതിനിപ്പോൾ നല്ല ഡ്രസ്സ് ഇടണമെന്നില്ല, ഒരു കൂറ ഡ്രസ്സ് ഇട്ടുകൊണ്ട് എന്നാലും ശരി, ആണുങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ ഒട്ടനെ വന്ന് ഡോർ തുറന്നു പിടിക്കും, നമ്മളെ കയറ്റി വിട്ടേച്ചേ പോവുള്ളൂ. അതുപോലെ നമ്മൾ എവിടുന്നേലും ഇറങ്ങും എടുക്കുകയും ചെയ്യുവാണെന്ന് പറയണേ, പെണ്ണുങ്ങളെ ഇറക്കി വിട്ടിട്ട് മാത്രമേ അവർ അത്രയ്ക്കും ഭയങ്കര റെസ്പെക്റ്റാണ് അവിടെ കൊടുക്കുന്നത്. ആ കൾച്ചറൊക്കെ എന്നാ നല്ലതാണെന്നറിയാമോ. പിന്നെ ഒത്തിരി കൾച്ചറുകൾ നല്ലതല്ലാത്തതുകൊണ്ട് നമുക്ക് അവിടെ റെസ്പെക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മളിപ്പോൾ ഒരു പ്രൊഫസറാണെന്ന് പറഞ്ഞാലേ ഇവിടെ നമ്മൾ പ്രൊഫസർ വരുമ്പോൾ എഴുന്നേറ്റിരിക്കുമല്ലേ ഭയങ്കര, അങ്ങനെയൊന്നും ഇല്ല. നമ്മൾ നമ്മളെ CEO വന്നിട്ട് നമ്മുടെ ഫങ്ഷൻസ് ഒക്കെ ഉണ്ട്, പാർട്ടി ഉണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് വന്നിരുന്നു ഭക്ഷണം കഴിക്കും. സെയിം അടുത്ത്. അവർക്കൊന്നും അവർ വലിയ ആളാണെന്നോ ഒന്നുമില്ല. അവരുടെ അവർക്ക് ഒപ്പിടേണ്ട കാര്യമോ എന്നതേലും വരുമ്പം മാത്രമേ ഉള്ളൂ അവർ വലിയ ആളാണെന്നുള്ളത്. അല്ലെങ്കിൽ നമ്മുടെ ഒപ്പമാണ് ഇപ്പം ഈവൻ ക്ലാസ് 4th വർക്കറിൻ്റെ കൂടെ പോലും അവർ മിങ്കിൾ ചെയ്യുന്നതിൻ്റെ ഒരു വിഷമമില്ല. ആ കൾച്ചറൊക്കെ എന്ത് നല്ലതാണേ. അതൊക്കെ ഭയങ്കര നല്ലതാണ് കേട്ടോ. കാരണം നമുക്ക് ദൈവം സഹായിച്ച് നമ്മളൊരു ഹൈ പൊസിഷനിലെത്തി, അതിന് നമ്മൾ ദൈവത്തെ സ്തുതിക്കുക എന്നും പറഞ്ഞുകൊണ്ട് അവൻ അടിച്ചു വരുന്നവനാണ് അല്ലെങ്കിൽ ക്ലാസ് 4th ആണ് എന്നും പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്തേണ്ട വല്ല കാര്യമുണ്ടോ? എല്ലാവരും ജോലി ചെയ്യുമല്ലേ, അവരുടെ കൃപ കൊണ്ടും കൂടി അല്ലേ നമ്മൾ നിൽക്കുന്നേ. നമ്മൾ വരുമ്പോഴത്തേനും നമ്മുടെ റൂം ക്ലീൻ ചെയ്ത് വെക്കുന്ന അവരല്ലേ. ആ ഒരു ഭയങ്കര ഗ്രാറ്റിറ്റ്യൂഡുള്ള ഒരിതാണ് അവിടെ. ഈ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് വിജയിക്കാനുള്ള 3 മന്ത്രങ്ങൾ വേണമെന്ന് പറഞ്ഞാൽ എന്ത് മന്ത്രങ്ങളായിരിക്കും മാം പറയുക? മന്ത്രം എന്ന് പറഞ്ഞാൽ
അത് ശരിയാണ്, നമുക്ക് മന്ത്രമായിട്ട് തന്നെ കൂട്ടാം. ഒന്നാമതായിട്ട് വേണ്ടത് നമുക്കൊരു സെൽഫ് കോൺഫിഡൻസ് വേണം, നമ്മൾക്കൊരു ധൈര്യം വേണം. രണ്ടാമത് ധൈര്യം വേണം. മൂന്നാമത് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം. അല്ലാതെ ഒരു കാര്യവും നമുക്ക് ചുമ്മാ കിട്ടത്തില്ല. കാരണം നാലാമത് ഞാനൊരു മന്ത്രം കൂടെ പറയാം, ഡ്രീം ചെയ്യണം നമ്മൾ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഏതൊരു പൊസിഷനിൽ എത്തണമെന്ന്. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഡ്രീം ചെയ്ത് വലിയ ആളാകണമെന്ന്. ഏറ്റവും ടെർമിനൽ ഡിഗ്രിയായ PhD വരെ എടുത്ത് ആയി. എനിക്ക് എന്നെ ഡോക്ടറാകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. എന്നെ എല്ലാവരും ഡോക്ടർ മാത്യു എന്നായിരുന്നു വിളിക്കുന്നത്. ആ ഒന്ന് നോക്കിക്കോണേ എൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തന്നു ദൈവമെന്ന് എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഞാൻ എന്നെ പുകഴ്ത്താനായിട്ട് പറയുന്നതല്ല, ഞാൻ നല്ല ഹാർഡ് വർക്കിംഗ് ആണ്, നല്ല ഡിറ്റർമിനേഷനുള്ള ഒരാളാണ്. അപ്പം നമ്മൾക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് മുഴുവൻ ഞാൻ യൂസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ഞാൻ ജോലി ചെയ്തിരുന്ന കാലത്താണേലും ഞാൻ സ്റ്റാഫ് നേഴ്സായിട്ട് അമേരിക്കയിൽ ചെന്നപ്പം ജോലി ചെയ്തു. കാരണം എൻ്റെ മോൻ അന്ന് എൻജിനീയറിങ്ങിന് പഠിക്കുക. 2 ജോലി വരെ ചെയ്തിട്ടുണ്ട്. കാരണം അവന് കടമൊന്നും ഇല്ലാതെ പഠിപ്പിച്ചു വിടാനായിട്ട്. അങ്ങനെ പഠിപ്പിച്ചല്ല, അവൻ എൻജിനീയറായി കഴിഞ്ഞപ്പം പിന്നെ എനിക്ക് പഠിക്കണ്ട, എനിക്ക് പൈസയോട് അത്യാർത്ഥി ഇല്ലാത്ത കൂട്ടത്തിലാണ്. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ ഞാൻ പഠിക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പിന്നെ എൻ്റെ കംപ്ലീറ്റ് ചെയ്യാത്ത BSc തൊട്ട് തുടങ്ങി. BSc കഴിഞ്ഞു, MSc എഡ്യൂക്കേഷനിൽ പോയി, PhD ഇൻ എഡ്യൂക്കേഷനിൽ പോയി. എന്നിട്ട് അത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഞാനൊരു ക്രിസ്ത്യൻസ് യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത്, എനിക്കിവിടെ തന്നെ എനിക്ക് ജോലി കിട്ടണം എന്ന് ഞാൻ ആഗ്രഹിച്ചു. പഠിച്ച് ഞാൻ എൻ്റെ മാസ്റ്റേഴ്സ് കഴിഞ്ഞ ഉടനെ തന്നെ 2 മാസം, ഡിസംബറിൽ ഗ്രാജുവേറ്റ് ചെയ്യുന്നെങ്കിൽ ഫെബ്രുവരിയിൽ എനിക്ക് അവിടെ തന്നെ പ്രൊഫസറായിട്ട് കിട്ടി. കാരണം ഞാൻ അവിടുത്തെ ടോപ്പായിരുന്നു, അവിടുത്തെ അവാർഡുകളെല്ലാം മേടിച്ചു. അപ്പോൾ അവർക്ക് ഒരു ഡൗട്ടും ഇല്ലായിരുന്നു എന്നെ അവിടെ എടുക്കാനായിട്ട്. അന്ന് ഞാൻ ആ യൂണിവേഴ്സിറ്റി, ഇന്ത്യാന വെസ്ലിയൻ യൂണിവേഴ്സിറ്റിയിൽ കയറിയതാണെന്ന് ഓർത്തോണം. അങ്ങനെ നമ്മുടെ ഓരോ ആഗ്രഹങ്ങളും അതെന്തുകൊണ്ടാണ് സാധാരണ ഞാൻ കണ്ടത്, ഇവിടെ നമ്മൾ ഇന്ത്യൻസൊക്കെ ആണെങ്കിലും അമേരിക്കയിൽ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ഭയമാണ്. അവർ ഒരു ആറനായിട്ട് ജോലി ചെയ്തെന്നാൽ അവിടെ തന്നെ നിൽക്കും. അവിടെ ഒരു യൂണിറ്റ് മാനേജറുടേതോ ഒരു ഹൗസ് മാനേജറുടെയോ ഒരു ജോലി കിട്ടിയെന്ന് അപ്ലൈ ചെയ്യുകയില്ല. ഞാൻ നേരെ തിരിച്ചാ, ഞാൻ ജോലി ചെയ്യുമ്പോൾ വാസം പറഞ്ഞാൽ എനിക്ക് നല്ല എഡ്യൂക്കേഷൻ, ഞാൻ CMC പോയ ആളാണെന്ന് ഓർത്തോണം. അപ്പോൾ ഞങ്ങൾ പഠിച്ചതുപോലെയാണ് പ്രവർത്തിച്ചിരുന്നത്. അതുകൊണ്ട് എനിക്ക് ഈ പ്രൊസീജിയേഴ്സിനൊന്നും ഒരു ഇതുമില്ല. ഞാനെല്ലാം ചെയ്യുന്ന പെർഫെക്റ്റ് എന്ന് പറയാൻ മേലെങ്കിൽ ഓൾമോസ്റ്റ് പെർഫെക്റ്റ് ആയിട്ടേ ചെയ്യുള്ളൂ. എന്ന് പറഞ്ഞാൽ കുറ്റമില്ലാത്ത രീതിയിലേ ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് നല്ല കോൺഫിഡൻസ് ആണ്. അങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് വന്നപ്പോഴെല്ലാം ഞാൻ അത് യൂട്ടിലൈസ് ചെയ്തുകൊണ്ടാണ് എനിക്ക് ടോപ്പ് ലെവലിൽ എത്താൻ പറ്റി. മനസ്സിലായോ? അതിൽ കൂടുതലൊരു ഡിഗ്രി ഇല്ല, PhDയിൽ കൂടുതലൊരു ഡിഗ്രി ഇല്ല. മനസ്സിലായോ? ഡോക്ടറായില്ലേ? അതുപോലെ തന്നെ ഞാൻ പറയുക, 1981 ഞാൻ ആഗ്രഹിച്ചത് എനിക്കൊരു റാംബോ ഒക്കെ ചെയ്യണമെന്ന്. പിന്നെ അത് വിട്ടു. ആ സ്വപ്നം കണ്ടുകൊണ്ടില്ല. അന്ന് ഞാൻ സ്വപ്നം കണ്ടു, ഞാൻ നടന്നാൽ എങ്ങനെ ഇരിക്കും എന്നൊക്കെ ഞാൻ ചുമ്മാ കണ്ണാടിയുടെ മുന്നിലൊന്ന് നടന്നു പോകുകയൊക്കെ ചെയ്തു. ദൈവം മറക്കത്തില്ല. കാരണം അത് നമ്മൾ ആ ഒരു ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു സിൻസിയർ ഒരു ഇതായിരുന്നു. അതുപോലെ 2025 1981 കഴിഞ്ഞിട്ട് 2025 ആണ് ഞാൻ ഇത് കാണുന്നത്. അന്നേരം ഞാൻ ഓർത്തു, എനിക്കൊന്ന് പോയാൽ എന്തുവാ, ഒരു ഓപ്പർച്യൂണിറ്റി ഇങ്ങനെ കണ്ടു. അത് ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഉടനെ പുള്ളി പറഞ്ഞു പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ പോയപ്പോൾ എനിക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി എടുത്തിട്ടല്ലേ. അപ്പം എനിക്ക് പറയാനായിട്ടുള്ളത്, നമ്മൾ ശരിക്കും ഉണ്ടല്ലോ, നമുക്കൊരു ഡ്രീം വേണം, നമ്മൾ ഒരു സിൻസിയർ ആയിരിക്കണം, ഹാർഡ് വർക്ക് ചെയ്യണം, ബ്രേവ് ആയിരിക്കണം. അങ്ങനെയുള്ള ക്വാളിറ്റീസൊക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ നമ്മുടെ ഏത് ഡ്രീമും നമുക്ക് സക്സസ് ആയിട്ട് വരും. ജീവിതത്തിൽ തളർന്നു പോകുന്ന നിമിഷങ്ങളിൽ മോട്ടിവേറ്റ് ചെയ്തിരുന്ന മാമിനെ മോട്ടിവേറ്റ് ചെയ്തിരുന്ന ആരായിരുന്നു? തളർന്നു പോയ നിമിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ തളർന്നു പോയ ഒരു നിമിഷം ഇതേ ഉള്ളൂ. എൻ്റെ ഹസ്ബൻഡിന് അമേരിക്കയിൽ വെച്ച് 2-2.5 വർഷം മുമ്പ് ഒരു ബ്രെയിൻ ബ്ലീഡ് വന്നു. ബ്രെയിനകത്തൊരു ബ്ലീഡിങ് ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സർജറി ചെയ്യണമായിരുന്നു. ഓൾറെഡി പുള്ളിക്ക് നടക്കാനും നിൽക്കാനും ഒക്കെ വിഷമമുള്ളതാണ്. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോഴത്തേന് ആ ഫിസിയോതെറപ്പിസ്റ്റൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ട്, പുള്ളി അങ്ങോട്ട് റിക്കവർ ചെയ്യുകയില്ല, മേല. കാരണം എല്ലാം എഴുന്നേപ്പിച്ച് വരുമ്പം പുള്ളിക്ക് നിൽക്കാൻ മേല. അപ്പോൾ അവർ പറഞ്ഞു പുള്ളിയെ കൊണ്ട് ഒരു രക്ഷയില്ല, ഫിസിയോതെറപ്പി കൊണ്ടൊന്നും ഒരു ഗുണമൊന്നുമില്ല. അപ്പോൾ നേഴ്സിംഗ് ഹോമിലാക്കിയിട്ട് അവിടെ, ഞാൻ പറഞ്ഞു നേഴ്സിംഗ് ഹോമിലാക്കുന്ന കാര്യമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അന്നേരം നേഴ്സിംഗ് ഹോമിലാക്കുന്ന കാര്യമില്ലെന്ന് പറഞ്ഞു. ഞാൻ അന്നേരം തന്നെ ജോലി റിസൈൻ ചെയ്യുകയാണ്. ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് യൂണിവേഴ്സിറ്റിയിൽ. ഞാൻ അന്ന്, കാരണം ഞങ്ങൾ രണ്ടും തന്നെയാണ് ജീവിക്കുന്നത്. മോൻ അടുത്താണ് താമസിക്കുന്നത് പറഞ്ഞാൽ അവർ വേറെയാണ് താമസിക്കുന്നത്, വേറെ ആരുമില്ല. അങ്ങനെ നിന്ന് കഴിഞ്ഞപ്പം ശരിക്കും പറഞ്ഞെന്നാൽ ഞാൻ പതറിപ്പോയ ഒരു നിമിഷമായിരുന്നു. പതറിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്തോ ചെയ്യും. അപ്പോൾ നമുക്ക് അമേരിക്കയിലാണെന്ന് പറഞ്ഞാൽ നേഴ്സിംഗ് ഹോമിലാക്കണം ഭയങ്കര ചാർജാകും. ഞങ്ങളിപ്പോൾ ഇത്രയും വർഷങ്ങളേ ആയുള്ളൂ. പിന്നെ നമ്മൾ നല്ലൊരു ഹൈ സ്റ്റാൻഡേർഡിൽ ജീവിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ഇപ്പോൾ ആ ലെവലിൽ ജീവിക്കാതെ നമ്മൾ താഴോട്ട് പോകാനായിട്ടൊരു വിഷമം.
നടക്കത്തില്ല. ജോലി ചെയ്യാതെ നമുക്ക് അമേരിക്കയിൽ നല്ലതായിട്ട് ജീവിക്കാൻ പറ്റത്തില്ല. അതാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്. നമുക്ക് ജോലിയൊക്കെ ചെയ്യുമ്പം എന്തും ആകാം, എന്തും നേടാം. അല്ലാതെ 60-ാമത്തെ വയസ്സിൽ എനിക്ക് PhD എടുക്കാൻ പറ്റുമോ? സാധാരണ ഇവിടുന്ന് പോയ എൻ്റെ പ്രായമുള്ളവരൊക്കെ നേഴ്സായിട്ട് തന്നെ അങ്ങ് നിന്നാണ് അവരുടെ കാലം കഴിച്ചിട്ടേ ഉള്ളൂ കേട്ടോ. ഇപ്പം പോകുന്നവരൊന്നും അല്ല, പണ്ടത്തെ ആ ഒരു ഇത് വന്നിട്ട്. അപ്പം അങ്ങനെയായിട്ട് ഞാനിങ്ങനെ പകച്ചു നിന്നപ്പം എൻ്റെ മോട്ടിവേറ്റർ വന്നിട്ട് ദൈവമാണ്. എനിക്ക് ഇച്ചിരി ദൈവത്തെ ഞാൻ പറഞ്ഞില്ലേ പ്രേമിക്കാൻ പോലും ടോസ് ചെയ്തിട്ടെന്ന് പറയാം. അതൊന്നും ചുമ്മാതെയൊന്നുമല്ല, അത് സിൻസിയറായിട്ടുള്ള ഒരു ഇതിലാണ് ചെയ്ത് എന്ന് പറഞ്ഞ പോലെ എനിക്ക് ആരോടും ഒന്ന് ഡിസ്കസ് ചെയ്യാനില്ല. അപ്പം ഞാൻ വിചാരിച്ചു മോനൊക്കെ നമ്മളെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു. പക്ഷേ മോനെ കുറ്റം പറയുകയല്ല. കാരണം അമേരിക്കയിലെ ജീവിതശൈലി എന്ന് പറഞ്ഞാൽ അവന് 2 മക്കളുണ്ട്. ആ പിള്ളേരെയും കൊണ്ട് നടക്കും. അവരുടെ കാര്യങ്ങൾ നോക്കുമ്പം നമ്മളെ ടേക്ക് കെയർ ചെയ്യാനായിട്ട് സമയമില്ലായിരുന്നു. അവന് ഓർക്കുന്നത് മമ്മി ഭയങ്കര ആക്റ്റീവാണ്, ഞാൻ ചുമ്മാതിരിക്കുന്ന ഒരാളല്ല, അപ്പോൾ മമ്മി എല്ലാം ചെയ്തോളൂ എന്ന് അവനും ഓർത്തു. പക്ഷെ അതല്ല, നമ്മളെ ആരും നോക്കാനില്ലെന്നുള്ള ആ ഒരു ഫീല് വന്നുകൊണ്ടല്ലോ. ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ വണ്ടിയിൽ ഇരുത്തിക്കൊണ്ട് പോകണം. ഗ്രോസറി സ്റ്റോറിൽ ചെന്നേച്ച് അവിടെ ഏറ്റവും ഫ്രണ്ടിൽ കൊണ്ട കാർ പാർക്ക് ചെയ്തു. കാരണം ബ്രെയിൻ്റെ ചെയ്താണ് പുള്ളിക്ക് ഇച്ചിരി ഓർമ്മക്കുറവോ ഇതുപോലെയൊക്കെ വന്നപ്പം എങ്ങാനും സീറ്റ് ബെൽറ്റ് വിട്ട് ഇറങ്ങിപ്പോയെങ്കിൽ എന്നെ അടുക്ക് സീറ്റ് ബെൽറ്റ് വിട്ടേച്ച് അവിടെ ഇരുന്നോണോ എന്ന് പറഞ്ഞ് ഓടിപ്പോയെ. ഞാൻ സാധനങ്ങൾ മേടിച്ചുകൊണ്ടിരുന്നത് വീട്ടിൽ മേടിച്ച് കൊണ്ടുവന്നിട്ട് ഞാനത് കുക്ക് ചെയ്ത് വേണം ഞങ്ങൾക്ക് കഴിക്കാനും. ഒന്ന് ഓർത്ത് നോക്കി, ഒരു വീട് മുഴുവനും മാനേജ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്കവിടെ സർവൻസിനെ ഒന്നും കിട്ടത്തില്ല. അതിനകത്ത് ഞാനങ്ങ് ഭയങ്കരമായിട്ട് ഞാൻ എന്ത് ചെയ്യുമെന്ന് ഞാൻ ആരോടും എനിക്ക് ചോദിക്കാനില്ല. ഞാൻ പറഞ്ഞാൽ അതാണ്, ആരാ മോട്ടിവേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. പിന്നെ ഉള്ളത് എൻ്റെ ഹസ്ബൻഡ് മാത്രമേ ഉള്ളൂ, ഞങ്ങൾ തമ്മിലാണ് പറയുന്നത്. അപ്പോൾ അവസാനം ഞാൻ തീരുമാനിച്ചു, നമുക്ക് നാട്ടിൽ പോകാം. നാട്ടിൽ പോയിട്ട് നമുക്കൊരു റിട്ടയർമെൻറ്റ് ഹോമിൽ എവിടെയെങ്കിലും താമസിക്കാം. അപ്പം അങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഹസ്ബൻഡിനോട് പറയും നമുക്ക് ഇതേ ഒരു ഓപ്ഷൻ ഉള്ളൂ. നമുക്ക് അമേരിക്കയിൽ നിന്നാൽ നമുക്ക് പറ്റത്തില്ല ജോലി ചെയ്യാനായിട്ടെന്ന് പറയാൻ. നമ്മൾ ഇവിടെ ഈ റേഷൻ മേടിച്ച് കഴിക്കുന്ന പോലെയുള്ള ഏറ്റവും താഴേക്കടയിൽ ഉള്ള ഒരു ഇതിലേ പറ്റുള്ളൂ. കാരണം ഞങ്ങളുടെ ഒരു വലിയൊരു വീടൊക്കെയാണ്, അതിൻ്റെയൊക്കെ ടാക്സ് കൊടുക്കാനൊക്കെയാണ് നമ്മൾ ജോലി ചെയ്യണം. പോകാമെന്ന് പറഞ്ഞു. അന്നേരം ഹസ്ബൻഡ് പറഞ്ഞു ശരി നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ആരും അറിയാതെ, സത്യമായിട്ടും പറയുകയാണേ, ഒരു കുഞ്ഞുങ്ങളോട് ചോദിച്ചിട്ടില്ല, ഞാനും ഹസ്ബൻഡും കൂടെ തന്നെ ഞങ്ങളിങ്ങനെ കുറേ ഇടത്തെല്ലാം സ്ഥലങ്ങളിലെല്ലാം നോക്കി, എവിടെയാണെന്നുള്ളതെല്ലാം നോക്കിയിട്ട്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഏകദേശം നമുക്കൊരു നല്ലൊരിതായി. അപ്പം പിന്നെ ഓർത്തു ശരി ഇവിടെ വന്നിട്ട് ഇഷ്ടപ്പെട്ടില്ല, നമുക്ക് വീട് മേടിക്കണമെങ്കിലോ അല്ലെ നമുക്ക് തിരിച്ച് അമേരിക്കയ്ക്ക് പോകണമെങ്കിൽ പോകാം. മനസ്സിലായോ? എനിവേ അമേരിക്കയിൽ നിൽക്കാൻ എനിക്ക് അത്ര വലിയ ഇത് തോന്നിയില്ല. അതുകൊണ്ട് ഞങ്ങൾ അവിടെ ഞങ്ങളുടെ വീട് വിറ്റു. വീട് വിൽക്കാൻ സെയിലിനിട്ട് കഴിഞ്ഞപ്പോഴാണ് മോനോട് പോലും പറയുന്നത്. കാരണം അവർ വരാഞ്ഞാലും ഞങ്ങൾക്ക് ഒരു ഇച്ചിരി ഈർഷ്യൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇല്ലെന്നുള്ളത് പറയാൻ പറ്റത്തില്ല. നമ്മളെ അത്രയും നോക്കാൻ ഞാൻ റിക്വസ്റ്റ് ചെയ്തില്ല. ഒന്നാമത്തെ കാര്യം എൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ അറിഞ്ഞു ചെയ്തില്ലല്ലോ എന്നുള്ളതാണ്. പക്ഷെ അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല കേട്ടോ. അമേരിക്കയിലെ ജീവിതം അങ്ങനെ പോന്നു. അത് കഴിഞ്ഞ് ഇവിടെ വന്നു. ഒരു കുഞ്ഞുങ്ങളോട് പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞ്, ഞങ്ങളുടെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഫ്രണ്ട്സിനോട് പോലും പോരുന്ന ദിവസം മോനോട് പറഞ്ഞു, മോനെ ഞങ്ങളിങ്ങനെ റിട്ടയർമെൻറ്റ് ഹോമിലോട്ട് പോകുന്നതാണ്. അവന് ഭയങ്കര വിഷമമായിപ്പോയി കേട്ടോ. അങ്ങനെ എന്തിനാ മമ്മി എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു മോനെ അല്ല രക്ഷയില്ല, ഞങ്ങൾ പോവുക. കാരണം എനിക്ക് ആരുടെ അഡ്വൈസ് വേണ്ട. നമ്മൾ പലരുടെ അഡ്വൈസ് ചുമ്മാതെ കേൾക്കുമ്പോഴത്തേന് സിൻസിയറായിട്ട് പറയുന്നവർ വളരെ കുറച്ചേ ഉള്ളൂ. മനസ്സിലായോ? അല്ലെങ്കിൽ അത് നല്ലതാണെന്നൊന്ന് പറയാനായിട്ടുള്ളത്. എനിവേ ഇവിടെ വന്നു ഒരു മാസം കഴിഞ്ഞു. ഒരു മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടമായി. കുഴപ്പമില്ല. കാരണം ഒന്നും ചെയ്യണ്ട, നമുക്ക് ഭക്ഷണവും പിന്നെ മുറിയെല്ലാം അടിച്ചു വാരി വൃത്തിയാക്കി എല്ലാം തരും. നമുക്ക് ഇഷ്ടമുള്ള പോലെ ഞാൻ ഡ്രൈവ് ചെയ്യുന്നതുകൊണ്ട് യാത്ര ചെയ്യാനായിട്ടും പോകാം. അങ്ങനെ ഞങ്ങൾ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് എന്നെ ആരാ മോട്ടിവേറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ സെൽഫ് മോട്ടിവേറ്റിംഗ് ആളാണ്. പിന്നെ എൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് പറയുന്നൊന്നും അല്ല കേട്ടോ, ബോസ്റ്റിങ്ങോ അങ്ങനെയായിട്ടൊന്നുമല്ല. ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഞാൻ ഭയങ്കര അനലിറ്റിക്കലാണ്. ഞാനൊരു എത്തിക്കൽ അനാലിസിസ് എത്തിക്സൊക്കെ പഠിപ്പിക്കുന്ന ആളായതുകൊണ്ടായിരിക്കും. ഏതൊരു കാര്യം പേഴ്സണൽ ഓർ പ്രൊഫഷണലാണെങ്കിൽ ഞാനൊരു എത്തിക്കൽ അനാലിസിസ് ചെയ്തിട്ട് ഏതിനാണ് കൂടുതൽ ഗുണമുള്ളത് അത് ഒഴിച്ച് ഞാൻ നോക്കും. കാരണം 2 കാര്യത്തിനും നല്ല വശവും അഴുക്ക് വശവും ഉണ്ട്. പക്ഷേ ഏതിനാണ് കൂടുതൽ ബെനിഫിറ്റ് എന്നുള്ളത് നോക്കിയിട്ട് ഞാൻ അതങ്ങ് തീരുമാനിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ശരിക്കും പറയുകയാണ്, ആരോടും ഇല്ല. ഞാനും ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ എല്ലാ കാര്യത്തിനകത്തും തീരുമാനത്തിനകത്ത് എടുക്കാനായിട്ട്. അല്ലാതെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് വേറെ ആരുമില്ല. ഒരു 60 വയസ്സ് കഴിഞ്ഞുള്ള സ്ത്രീകൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്? 60 വയസ്സുള്ള സ്ത്രീകൾ കണിശമായിട്ടും അവരുടെ ആരോഗ്യം ശ്രദ്ധിക്കണം. പിന്നെ അവർ കണിശമായിട്ടും അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യണം. അവർ ചുമ്മാതെ അറിഞ്ഞിട്ട് ഈ മക്കൾ പറയുന്ന പോലെ അമ്മ ആ മൂലയിലിരിക്കെ, അല്ലെ അമ്മ കൊച്ചുമക്കളെ നോക്കി ഇവിടെ ഇരുന്നാൽ മതി, ഒന്നും ചെയ്യരുത്. ഡാൻസ് അറിയാവുന്നവർ ഡാൻസ് പഠിക്കണമെന്ന് പറഞ്ഞാൽ പോകണം, പാട്ട് പഠിക്കണമെന്നുള്ളവർ പോകണം. കാരണം ഞാൻ പറയട്ടെ, എനിക്ക് ഭയങ്കര ആഗ്രഹങ്ങളുടെ ഒരു പേട്ടയുള്ള ഒരാളായിരുന്നു ഞാൻ. അമേരിക്കയിൽ ചെന്നിട്ട് നമുക്ക് വല്ല ആഗ്രഹങ്ങൾക്ക് സാധിക്കാൻ പറ്റുമോ?
എനിക്ക് പാട്ട് പഠിക്കണമെന്നുണ്ടായിരുന്നു, കുറച്ചൊക്കെ പാട്ടും ഡാൻസും ഒക്കെ ചെയ്യുമായിരുന്നു എന്നല്ലാതെ. പക്ഷേ നമ്മൾ ജോലി ചെയ്യാതെ ജീവിക്കാൻ പറ്റുമോ? പറ്റുമില്ലാത്തതുകൊണ്ട് അമേരിക്കൻ ആ സ്റ്റാൻഡേർഡ് ജീവിക്കണമെങ്കിൽ ജോലി ചെയ്യണമായിരുന്നു. അതുകൊണ്ട് ഇതൊന്നും പറ്റിയില്ല. പക്ഷേ 60 വയസ്സ് കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞില്ല, എൻ്റെ മോൻ്റെ പഠിത്തം കഴിഞ്ഞു, അവൻ്റെ കല്യാണം കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് ഫ്രീ ആയി. പിന്നെ ഞങ്ങൾ രണ്ടുപേരുടെ അമേരിക്കയിൽ ഒരുപാട് യാത്രകളൊക്കെ ചെയ്തു, കുറച്ച് ജോലിക്ക് പോകും. അങ്ങനെ ഞങ്ങളൊരു ഇഷ്ടങ്ങൾ നേടിയെടുക്കുക. അപ്പോൾ അതുപോലെ ഈ 60 വയസ്സായി കഴിയുമ്പോൾ ഞാൻ റിട്ടയർ ആയോ, എൻ്റെ കാലിൻ്റെ മുട്ടിന് വേദനയുണ്ട്, മുട്ടിനൊക്കെ വേദനയൊക്കെ വരും, അതിനെന്തേലും മരുന്നെടുക്കുക എന്ന് പറയാൻ നമ്മൾ ആക്റ്റീവായിട്ടിരിക്കണം. ഹെൽത്ത് നല്ല പോലെ സൂക്ഷിക്കണം, കാരണം നമ്മുടെ ഹെൽത്ത് നോക്കാനായിട്ട് ആരുമില്ല. അതുപോലെ തന്നെ ഹാപ്പി ആയിട്ടിരിക്കാൻ നോക്കണം. ആ ഹാപ്പി നമ്മുടെ മക്കളും ഒന്നും കൊണ്ട് ഇങ്ങോട്ട് ഇട്ട് തരത്തില്ല. മക്കളും അല്ല, റിലേറ്റീവ്സും ഫ്രണ്ട്സും ഒന്നും കൊണ്ട് ഇട്ട് നമ്മൾ തന്നെ കണ്ടെത്തണം. മനസ്സിലായോ? ഞാൻ അങ്ങനെ ഒരു യൂട്യൂബ് തുടങ്ങിയത് പോലും എങ്ങനെയാണെന്നറിയാമോ? ഞങ്ങൾ ലാസ് വേഗസിലായിരുന്നപ്പം ഡെസേർട്ടാണ്, ആ മരുഭൂമിയിൽ ഞാൻ കുറച്ച് കൃഷി ചെയ്തപ്പം ഭയങ്കരമായിട്ട് വിളവെടുത്തു. അപ്പോൾ അതെനിക്ക് എല്ലാവരോടും ഒന്ന് പറഞ്ഞു കേൾപ്പിക്കണമെന്നും വെച്ചുകൊണ്ട് അങ്ങനെ ഞാനൊരു യൂട്യൂബ് തുടങ്ങിയത്. നമ്മുടെ സന്തോഷം മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കാനായിട്ട്. ഞാൻ പറയട്ടെ, എനിക്ക് ഹസ്ബൻഡിനും വലിയ ആനക്കാര്യങ്ങളൊന്നും വേണ്ട സന്തോഷിക്കാൻ. നമുക്ക് ചെറിയ കാര്യം മതി. ഞങ്ങളുടെ വെണ്ടയിൽ 2 വെണ്ടയ്ക്ക കൂടുതലുണ്ടായെന്ന് പറയാൻ സന്തോഷമാണ് നമുക്ക്, സത്യമായിട്ട് കേട്ടോ. അല്ലെ എവിടെയെങ്കിലും ഒന്ന് പോയി, അതൊന്ന് ഭയങ്കര സന്തോഷമാണ്. അപ്പം അങ്ങനെ സന്തോഷം നമ്മൾ തന്നെ കണ്ടെത്താനും അതനുസരിച്ച് ജീവിക്കാനായിട്ടും പഠിക്കണം. അല്ലാതെ നമ്മളിതായോ ഇല്ലേ മക്കൾ എന്നാ പറയും, അവരെന്നാ പറയും അതിനെക്കുറിച്ച് ഓർക്കരുത്. മനസ്സിലായോ? കുറച്ച് അമ്മയെ തല്ലിയാലും പറയും 2 പക്ഷം എന്ന് പറയല്ലേ എന്ന് പറയുന്ന പോലെയാണ്. നമ്മൾ എന്ത് ചെയ്താലും മറ്റുള്ളവർ അതിൻ്റെ ഒരു നെഗറ്റീവ് പറയും. അത് നമ്മളെന്തിനാ നോക്കുന്നത്? നമ്മൾ നല്ലതായിട്ടാണ് പോകുന്നെങ്കിൽ നല്ലതായിട്ടങ്ങ് പോകാം, ഇല്ലേ? മറ്റുള്ളവർ പറയുന്നത് നോക്കണ്ട, അവർ പറയുന്ന പോലെ നമ്മൾ ജീവിക്കാനായിട്ടും പോകണ്ട. പക്ഷേ എന്ന് പറഞ്ഞാലും ഞാൻ പറയും, ഞാൻ മോട്ടിവേഷനൊക്കെ പറയുമ്പം എപ്പോഴും നമ്മൾ ആരെങ്കിലും പറയുന്നത് നമുക്ക് ശ്രദ്ധിക്കാം, അനലൈസ് ചെയ്ത് നോക്കണം. ഞാൻ എന്നാ കാര്യം പറഞ്ഞാലും എപ്പോഴും പറയുന്നത് എന്താണെന്നറിയാമോ? ഞാൻ പറയുന്ന ഒരു കാര്യം എനിക്കോ അല്ലെങ്കിൽ കുറച്ച് പേർക്കോ അത് ഉപകാരപ്പെടുമല്ല, സെയിം സിറ്റുവേഷൻ കാണും. എല്ലാവരുടെ സിറ്റുവേഷനും വ്യത്യാസമാണ്. അപ്പം നമ്മളെപ്പോഴും നോക്കേണ്ടത് നമ്മുടെ സിറ്റുവേഷൻ എന്നാന്ന് നോക്കിയിട്ട് ഒരു എത്തിക്കൽ അനാലിസിസ് ചെയ്തിട്ട് നിങ്ങളൊരു തീരുമാനം എടുക്കുക. കണിശമായിട്ട് അത് പെർഫെക്റ്റ് ആയിരിക്കും. ഇപ്പം ഞാൻ ഓർക്കുവാണേ, ഞങ്ങൾ അമേരിക്കയിൽ നിന്ന് പോകുന്നത് എന്ത് നന്നായി, എൻ്റെ ഹസ്ബൻഡിന് അങ്ങനെ ഒരു ബ്രെയിൻ ബ്ലീഡ് വന്നത് എന്ത് നന്നായി. ദൈവം ചെയ്യുന്നതല്ല. പിന്നെ ഒരു കാര്യം പറയാം, ദൈവം ചെയ്യുന്നത് എല്ലാം നന്മയ്ക്കാണെന്നുള്ളത് ഞാൻ 100% വിശ്വസിക്കുന്ന ആളാണ്. പ്രണയം മുതൽ പഠിത്തം വരെ. ഞാൻ പറയട്ടെ, ഞാൻ പഠിക്കാൻ BSc ഞാൻ CMS കോളേജ് ചെയ്തുകൊണ്ട് ഭയങ്കരമായിട്ട് അന്നേരത്തിന് ഇനി വേറൊരു നിവൃത്തിയില്ല, പഠിക്കാതെ രക്ഷയില്ലെന്നുള്ളത് മനസ്സിലായി. കാരണം നേഴ്സിങ്ങിന് പോക്ക് നടക്കുകയില്ല. അതുകൊണ്ട് പഠിച്ചപ്പം ഭയങ്കര ഹൈ മാർക്കായിട്ടാണ് ഞാൻ അന്ന് പഠിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അതിട്ടിട്ട് നേഴ്സിങ് കണ്ടപ്പം പിന്നെ ഞാൻ അതിനകത്ത് പോയി, കാരണം നമുക്ക് പോകണമെന്നുള്ള ഒരു ഇതിനെ. പക്ഷേ അതെല്ലാം ദൈവനിശ്ചയത്തിനായിരുന്നു, ഓർത്തോണം. നേഴ്സിങ്ങിന് കഴിഞ്ഞാഴ്ച ഞങ്ങൾ കോട്ടയത്ത്, ഞാൻ മസ്കറ്റിൽ പോയായിരുന്നു. സൗദിയിൽ പോയി 4 വർഷം, പിന്നെ മസ്കറ്റിലും പോയി 4 വർഷം. അത് കഴിഞ്ഞ് ഞാൻ അവിടെ നിന്നൊരു കാവസാക്കിയുടെ എയർ കണ്ടീഷണർ വരെ വാങ്ങിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത്. തീർത്ത് പോരുക, കാരണം മോന് അപ്പം 10ലോട്ട് കയറി അതിന് പോരുക. വന്ന ദിവസമാണ് ഞങ്ങൾക്ക് അമേരിക്കയ്ക്ക് പോകാൻ ടിക് ഫോം വന്നത്. എന്നിട്ട് ആ സാധനം എല്ലാം പിന്നെ വിൽക്കുമായിരുന്നു ചെയ്തത്. അത് കിട്ടിയപ്പം കണിച്ചായിട്ട് നമുക്ക് പോകണം. കാരണം ദൈവം നമുക്കൊരു ഡോർ തുറന്നു തരുമ്പോൾ അത് നമ്മൾ സെൻസ് ചെയ്യണം. മനസ്സിലായോ? പോയാൽ എൻ്റെ മോനെ അത് പ്രയോജനപ്പെടുമല്ലോ എന്നുള്ള ഇതിലാണ് പോയത്. വിഷമം ഉണ്ടാകും, ഹാർഡ്ഷിപ്സ് ഉണ്ടാകും. അതിനകത്ത് നമ്മൾ വർക്ക് ഹാർഡ് ചെയ്തപ്പം ദൈവം എന്നെ ഈ നിലയിലെത്തിയില്ലേ. ശരിക്കും പറഞ്ഞാൽ വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു ലൈഫാണ് എനിക്ക് ദൈവം തന്നിരിക്കുന്നത് കേട്ടോ, ഞങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഇന്നത്തെ കാലത്ത് കുട്ടികളോടൊരു ഉപദേശം കൊടുക്കുകയാണെങ്കിൽ മാം എന്ത് ഉപദേശമായിരിക്കും അവർക്ക് കൊടുക്കുക? നമുക്ക് ഏത് സിറ്റുവേഷൻ, നമ്മൾ ഒന്നിനെക്കുറിച്ച് ലമൻറ്റ് ചെയ്യരുത്. ഇപ്പം ഞാൻ പറയാം, എനിക്കില്ലായിരുന്നു, എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് കുറേ കാശുണ്ടായിരുന്നെന്നല്ല വിചാരിക്കണ്ടേ. നമ്മൾ ഏത് സിറ്റുവേഷനിലാണ്, കാശുണ്ടായിട്ടും കാശില്ലാതെയാണെന്ന് പറഞ്ഞാലും ആ കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി നമ്മൾ നല്ലതുപോലെ യൂട്ടിലൈസ് ചെയ്യണം. ഞങ്ങൾക്ക് ഈ മിസ്സസ് ഇന്ത്യക്ക് പോകാനായിട്ട് നോക്കിയപ്പോഴത്തേനും ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അത്, ഓഡീഷന് വന്ന ക്വസ്റ്റ്യനാണ്. എന്നോട് ചോദിച്ചു, ഇപ്പം നിനക്ക് തരുവാണേ ഒരു നമ്മുടെ ചെറുപ്പകാലത്ത് ഒന്ന് തിരുത്താനായിട്ടൊരു ചാൻസ് കിട്ടിയെന്നാൽ നിങ്ങൾ എന്താണ് തിരുത്തുന്നതെന്ന് ചോദിച്ചു. ഞാൻ ഒരു കാര്യവും ഞാൻ ഒന്ന് നോക്കിയപ്പോൾ ഓർത്തു, എന്തോന്നാ തിരുത്താൻ എനിക്കുള്ള, എനിക്കൊന്നും തിരുത്താനില്ല. മനസ്സിലായോ? എനിക്ക് അന്ന് കഷ്ടപ്പാടുണ്ടായിരുന്നു. ഞങ്ങൾ 6 പിള്ളേരായിട്ട് വളർന്നു. ഏറ്റവും മൂത്തമായിട്ട് വന്നപ്പം കഷ്ടപ്പാടുണ്ടായിരുന്നു. മെഡിസിന് പോകാനായിട്ട് പറ്റിയില്ല, പിന്നെ BSc കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. എന്നിട്ട് പോയി ജനറൽ നേഴ്സിങ്ങിന് പോയി ചേർന്നു. അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങളും വന്നതിലുണ്ടല്ലോ, എനിക്കതൊന്നും തിരുത്തണ്ട. കാരണം എനിക്ക് കിട്ടിയ ഓപ്പർച്യൂണിറ്റി മുഴുവനും ഞാൻ ഫുള്ളായിട്ട് യൂസ് ചെയ്തു.
എനിക്ക് പൈസ ഇല്ലായിരുന്നു പറഞ്ഞാൽ അന്നായാലും ഭക്ഷണം കഴിക്കാനുണ്ടായിരുന്നു, ഉടുക്കാൻ തുണിയുണ്ടായിരുന്നു. പിന്നെ ഞാൻ നേഴ്സിങ്ങിന് പോയെങ്കിൽ എന്നായിരുന്നു കുഴപ്പം? അന്ന് എനിക്കതേ പറ്റുള്ളൂ. നേരെ മറിച്ച് എനിക്ക് ഒരുപാട് കാശ് അന്നങ്ങ് കിട്ടിപ്പോയിരുന്നെങ്കിൽ ഞാൻ ദൂർത്തടിച്ച് ഡ്രഗ് അടിച്ച് ഒക്കെ നടന്നേനെ അല്ലേ. അപ്പം നമുക്ക് കിട്ടുന്നത് ഇപ്പം നമുക്ക് പൈസ ഇല്ല ഒന്നും ഓർത്തല്ല നമ്മൾ വിഷമിക്കേണ്ടത്. പൈസ ഉള്ളവർ നല്ല കാര്യം, അത് വയസ്സായിട്ട് എല്ലാം വയസ്സായിട്ട് തന്നെ വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. ഇപ്പം പ്രത്യേകിച്ച് നമ്മൾ പൈസ ഉള്ളവരെ കുറിച്ച് നമ്മൾ പറയുകയുണ്ട്, അവരുടെ പേരൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്, 2-3 ജനറേഷൻ എടുക്കാമെന്ന് പറയും. പക്ഷേ അല്ലാത്തവരോട് എനിക്ക് പറയാനായിട്ടുള്ള, നിങ്ങൾക്കിപ്പം ബുദ്ധിമുട്ടുണ്ടോ? ശരിക്കും ഒരു 2 പാൻറ്റും 2 ഷർട്ടുമേ ഉള്ളോ? മതി, അതും മതി. നനച്ചിട്ടിട്ടാണെങ്കിലും പോയിട്ട് പഠിക്കാനുള്ളത് പഠിച്ച് നമ്മൾ അതിനകത്ത് ഹാർഡ് വർക്ക് ചെയ്തേ കണിശമായിട്ടും ദൈവം നമുക്ക് നല്ലൊരു ഇതിൽ എത്തിക്കും. അപ്പോൾ നമുക്കൊരു എൻവിഷൻ വേണം കേട്ടോ, നമുക്കൊരു ഗോള് വേണം. നമുക്ക് ഗോളില്ലാതാണ്ട് എനിക്ക് പൈസ ഇല്ല, എന്നാൽ ശരി എനിക്ക് ഇപ്പിടി വിഷമോ, ഞാൻ എന്നാൽ 2 പുകയടിച്ചേക്കാന്നും പറഞ്ഞിട്ട് പോയെന്നാൽ അത് തീർന്നു. പക്ഷെ അതല്ല ഒരിക്കലും ചെയ്യേണ്ടത്. നമുക്ക് ദൈവം തരുന്നത് ആ ഒരു സിറ്റുവേഷൻ ഏതാണെങ്കിലും ദാറ്റ് ഈസ് ദ ബെസ്റ്റ് വൺ. നമുക്ക് തിരിഞ്ഞു പോയി നമുക്ക് തിരുത്താൻ പറ്റത്തില്ല ഒരിക്കലും. പറ്റുമെന്ന് വിചാരിച്ചാൽ പോലും നമ്മുടെ ആ സിറ്റുവേഷൻ അതല്ലായിരിക്കും. നമ്മളിപ്പം ചുമ്മാ ഇമാജിൻ ചെയ്യാനേ പറ്റുള്ളൂ, ഞാൻ അങ്ങനെ നടന്നേനെ, നടക്കത്തില്ല. കാശുള്ളവർ അതുവഴിക്ക് പോയേനെ. മനസ്സിലായോ? ഒരു സാധാരണക്കാരിയായ കോട്ടയംകാരി പിന്നെ പഠിച്ചു, BSc നേഴ്സായി, ഡോക്ടറായി, ഇഷ്ടമുള്ള ഒരാളെ വിവാഹം കഴിച്ചു, 70-ാമത്തെ വയസ്സ് കഴിഞ്ഞിരിക്കുന്നു. ഒരു സ്ത്രീക്ക് കൊടുക്കേണ്ട ഉപദേശം എന്തായിരിക്കും? സ്ത്രീകൾക്ക് അല്ലെങ്കിൽ ദാമ്പത്യം തുടങ്ങുന്ന അല്ലെങ്കിൽ ഇപ്പം ജീവിച്ചിരിക്കുന്നവർക്ക് ഒരു ഉപദേശം എന്തായിരിക്കും കൊടുക്കുക? ഉപദേശം എന്ന് പറഞ്ഞാൽ കമ്മിറ്റ്മെൻറ്റ് വേണം, സിൻസിയറിറ്റി കണിശമായിട്ടും വേണം. ഇപ്പം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പ്രയോറിറ്റീസൊക്കെ വരും. ശരിയാണ്, ഒരു സ്ത്രീ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ ഭയങ്കര ഡ്രീമാണ്. ഞാൻ പറയുന്നത് പോലെ ഉണ്ടല്ലോ, എനിക്ക് വലിയ ആളാകണം, ഇങ്ങനെ പ്രസിഡൻ്റ് ആകണം എന്നൊക്കെ ഓർത്തു, അങ്ങനെയൊക്കെ ഡ്രീം ചെയ്യാം. പക്ഷേ നമ്മളൊരു ദാമ്പത്യത്തിലോട്ട് കയറുവാണെന്ന് പറഞ്ഞാൽ അന്നേരം നമ്മുടെ പ്രയോറിറ്റീസ് മാറും. നമ്മൾ നമ്മുടെ ആ കുടുംബ ഭദ്രതയോടെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പ്ലാൻ ഇല്ലെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും കല്യാണം കഴിക്കരുത്. ഉണ്ടെങ്കിലുണ്ടല്ലോ നമ്മൾ കണിശമായിട്ടും നല്ല രീതിയിൽ തന്നെ നമുക്ക് മക്കളുണ്ടായാൽ അവരെ നല്ലതായിട്ട് പഠിപ്പിക്കണം. അല്ല എൻ്റെ സന്തോഷം, നമ്മൾ പറയും നമ്മുടെ സന്തോഷം നമ്മൾ തന്നെ കണ്ടെത്തണമെന്ന്. മക്കളുണ്ട്, എനിക്ക് മക്കളെ നോക്കണ്ട, എൻ്റെ സന്തോഷം ഇതാണെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ പോകാനും പാടില്ല. പിന്നെ അബ്യൂസീവായിട്ടുള്ളൊരു റിലേഷൻഷിപ്പാണ് കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ബോൾഡായിട്ട് നിൽക്കാനായിട്ടുള്ള കഴിവ് വേണം. നോ എന്ന് പറഞ്ഞാൽ നോ എന്ന് പറയേണ്ടടുത്ത് നോ എന്ന് പറയണം. നല്ലതല്ലെന്ന് പറയുവാണെങ്കിൽ നമ്മളത് ആ റിലേഷൻഷിപ്പ് വിട്ടിട്ട് പോകാനായിട്ടുള്ള ധൈര്യവും വേണം. പിന്നെ ഏറ്റവും ഒന്നാമതായിട്ട് വേണ്ടിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ കണിശമായിട്ടൊരു ജോലി വേണം അവർക്ക് ജീവിക്കാൻ. ഇന്നത്തെ കാലത്ത് വേണം. എന്നാ പൈസയുടെ കൂമ്പാരത്തിൽ കിടക്കുവാണ്. ഹസ്ബൻഡിന് ഭയങ്കര ഹസ്ബൻഡിന് ആവശ്യം ഉണ്ടായിക്കോട്ടെ, പക്ഷെ നമുക്ക് നാളത്തെ ദിവസം എന്താ സംഭവിക്കുന്നത് അറിയത്തില്ല. മനസ്സിലായോ? ആ ഹസ്ബൻഡിന് എന്തെങ്കിലും സംഭവിച്ചു പോയി, അല്ലെങ്കിൽ ആ മനുഷ്യൻ്റെ സ്വഭാവം മാറിപ്പോയി, എങ്ങനെ ജീവിക്കും? നമുക്ക് എത്രയെല്ലാം കഥകളാണ് നമ്മൾ ഇതിനകത്ത് കാണുന്നത്. അപ്പം നമുക്ക് കണിശമായിട്ടും ഒരു ജോലി അത്യാവശ്യമാണ്. വലിയ ജോലിയൊന്നും ഇല്ലെങ്കിലും ചെറുത്. പിള്ളേരൊക്കെ പക്ഷേ നമ്മുടെ പ്രയോറിറ്റീസ് വരുമ്പോൾ അതനുസരിച്ച് നമ്മൾ നടക്കണം. എന്നിട്ട് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ എപ്പം ചെയ്യാമോ അന്നേരം ചെയ്യണം. മക്കളെ ഉപദേശിക്കാറുണ്ടോ? മക്കളെ ഉപദേശിക്കാറുണ്ടോ എന്ന് ചോദിച്ചെന്നാൽ ചെറുതായിരുന്നപ്പോഴൊക്കെ നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കല്യാണം കഴിക്കുന്നിടം വരെ ടീനേജിൻ്റെ ഒക്കെ ആ സമയം വരെ പറയും, മോനെ അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്നും പറഞ്ഞ് നമ്മൾ നല്ല ചിട്ടയിൽ തന്നെയാണ്. കാരണം വീട്ടിലൊക്കെ ആണെങ്കിലും നമ്മൾ പ്രാർത്ഥിക്കുക, ഇന്ന സമയത്ത് പഠിക്കുക, സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കുക, അങ്ങനത്തെ ഉള്ളതെല്ലാം പറഞ്ഞ് പഠിപ്പിച്ചു. ടീനേജൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ നമ്മൾ ഉപദേശിച്ചിട്ട് കാര്യമില്ല. ടീനേജൊക്കെ കഴിഞ്ഞപ്പം മോനോട് പറയും, മോനെ ഞാൻ കൂട്ടുകാരൻ്റെ അടുത്ത് പോവുക. ഏത് കൂട്ടുകാരനാണ് മോനെ? കൂട്ടുകാരൻ്റെ അടുത്താണെന്ന് പറഞ്ഞില്ലേ, ഞാൻ അവിടെ നിർത്തും, പിന്നെ കൂടുതൽ ചോദിക്കത്തില്ല. കാരണം നമുക്ക് വേവലാതി ഉണ്ട്. എന്നിട്ട് പറയും എപ്പോഴാണ് വരുന്നത്? വന്നേക്കാം. എന്നിട്ട് വരുന്നത് ചിലപ്പം 12 മണി രാത്രി 1 മണി രാത്രിയാകുമ്പോഴാണ് വരുന്നത്. മനസ്സിലായോ? എന്ന് പറഞ്ഞാലും വഴക്ക് പറയാനായിട്ട് പോകത്തില്ല. എന്തോ പറയുന്നേ. അപ്പോൾ അവൻ പറയുന്നത് നമ്മൾ വിശ്വസിക്കുകയാണെന്ന് നമ്മളങ്ങ് അഭിനയിക്കും എന്നും പറഞ്ഞുകൊണ്ടേ നമ്മൾ ഒത്തിരി പിള്ളേർക്ക് പ്രശ്നങ്ങളുണ്ടാകുന്ന എന്നാന്ന് പറഞ്ഞെന്നാൽ ഒരു പേരൻസിനും ഇഷ്ടമില്ല ഈ പിള്ളേർ രാത്രി പാതിരാകല്ലേ ഒരു 10 മണി കഴിഞ്ഞൊക്കെ വരുന്നത് നമുക്ക് വിഷമമല്ലേ. ഇവർ കൂട്ടുകാരുടെ അടുത്ത് പോകാമെന്നും പറഞ്ഞിട്ട് പറയും. വീട്ടിലിരിക്കുന്നവർക്ക് എന്തോ ഒരു വിഷമമാണ്. സത്യമായിട്ടും പറയുകയാണ്, രാത്രി 12 മണിയൊക്കെ ആകുമ്പോഴത്തേനും ഞാൻ കട്ടിലേൽ ഇങ്ങനെ കടന്നിടത്തുനിന്ന് ഇങ്ങനെ എഴുന്നേറ്റിരിക്കും. കാറിൻ്റെ ഗരാജ് ഡോർ ഓപ്പൺ ചെയ്തിട്ടുണ്ടോ, ഇവൻ വന്നോന്നറിയാനായിട്ട്.
എപ്പോഴാണ് കാറിൻ്റെ അല്ല വീടിൻ്റെ ഗരാജ് ഡോർ ഓപ്പൺ ആയെന്ന് അറിഞ്ഞു കഴിഞ്ഞെന്നാൽ അത് കഴിഞ്ഞപ്പോൾ മോൻ കയറി കഥ അടയ്ക്കുന്ന കേട്ട് കഴിഞ്ഞാൽ പിന്നെയാണ് കിടന്നുറങ്ങുന്നത്. പക്ഷേ അതൊരിക്കലും ഞങ്ങൾ രണ്ടുപേരും അവനോട് പ്രകടിപ്പിച്ചിട്ടില്ല. നമ്മൾ അത്രയ്ക്കും ആങ്ഷ്യസ് ആണേ അല്ലെ വഴക്ക് പറഞ്ഞിട്ടില്ല, മനസ്സിലായോ? അപ്പോൾ ആ ഉപദേശമൊക്കെ കൊടുക്കുന്ന വാസം പറഞ്ഞ ഒരു ടീനേജ് ആകുന്നതിന് മുമ്പേ നമ്മൾ ചിട്ടയായിട്ട് വളർത്തണം. അത് കഴിഞ്ഞേച്ച് നമ്മൾ ഉപദേശിക്കാൻ പോകരുത്. കാരണം പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ്. പ്രണയിക്കുന്നവരോട് പറയാനുള്ള ഒരു വാക്ക് എന്താണ്, ഒരു മോട്ടിവേഷൻ എന്താണ്? പ്രണയിച്ച് വിവാഹം കഴിക്കുന്നത് തന്നെയാണ് നല്ലത്. കാരണം നമുക്ക് അന്യോന്യം നല്ലപോലെ മനസ്സിലാക്കാനായിട്ട് പറ്റുമല്ലേ. പിന്നെ വിട്ടുവീഴ്ചകൾ വേണം, എന്നാലേ നമുക്ക് ഫാമിലിയിൽ പ്രണയിച്ചെന്നും പറഞ്ഞുകൊണ്ട് പ്രണയിച്ച് നടന്നപ്പം ഭർത്താവ് തലയെ കയറ്റി വെച്ചോണ്ടിരുന്നെന്നും പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കാൻ പോയതാ പണി കിട്ടും. അപ്പോൾ അതല്ല, റിയൽ ലൈഫ് എന്ന് പറയുമ്പോൾ ഒരു റോളർ കോസ്റ്ററാണ്. ഇന്നത്തെ കാലത്ത് പിള്ളേർക്ക് അതൊക്കെ അറിയാം. അപ്പോൾ അതിനകത്തൊക്കെ നമ്മൾ ഒരു കമ്മ്യൂണിക്കേഷൻ വേണം എപ്പോഴും. നമ്മൾ ഭർത്താവിനല്ലേ മനസ്സിലാവും എൻ്റെ മനസ്സിലിരിക്കുന്നത് നടക്കുകയില്ല. അല്ലെങ്കിൽ ഭർത്താവ് ഓർക്കും ഞാൻ എന്നെ പോലെ ചെയ്തു, അവൾ ഊഹിച്ചു, അങ്ങനെയല്ലേന്നല്ല പറയേണ്ടത്. നമ്മൾ ഓപ്പണായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ വേണം, തുറന്ന് സംസാരിക്കണം. അതെ, തുറന്ന് സംസാരിക്കണം. അങ്ങനെ തുറന്ന് സംസാരിച്ചാൽ മാത്രമേ നമുക്ക് നല്ലതായിട്ട് മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ. നിങ്ങൾ തമ്മിൽ പിണങ്ങിയിട്ടുണ്ടോ എന്തെങ്കിലും കാര്യത്തിന്? ഞങ്ങൾ തമ്മിൽ ഇച്ചിരി എന്തിനാ വഴക്കുണ്ടാക്കുന്നത്? എന്നതേലുമൊക്കെ പറഞ്ഞാൽ വഴക്കൊക്കെ വഴക്കെന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും വഴക്കല്ല, ഒരു അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പ്രണയിച്ച് വിവാഹം കഴിച്ചല്ലേ നിങ്ങൾ സൈലന്റ് ആയിരിക്കുന്ന ആളാരാണ്? മാമാണോ അതോ സാറാണോ? സാറാണ് ഇച്ചിരി സൈലന്റ് ആയിട്ടിരിക്കുന്നത്. ഞാനെല്ലാം എനിക്ക് ഒരു മറച്ചു വെച്ചുള്ള ഒരു പരിപാടിയില്ല. ഞാനെല്ലാം ഉണ്ടല്ലോ. എനിക്കത് ഇപ്പം എവിടെയെങ്കിലും പോയിച്ച് വന്നാലും ശരി, ആദ്യം തൊട്ട് അവസാനം വരെ അത്രയും അങ്ങ് പറയും. പുള്ളി ചില കാര്യങ്ങളൊക്കെ പറഞ്ഞായിരിക്കും വെച്ചുകൊണ്ടിരിക്കും. അതെന്താ എന്നോട് പറയാഞ്ഞെന്നും പറഞ്ഞിട്ട് ഞാൻ ചോദിക്കും, അങ്ങനെ ചോദിക്കും. അല്ലാതെ സീരിയസ് ആയിട്ടുള്ള ഒരു പിണക്കോ കാര്യങ്ങളൊന്നും ഇല്ല. അല്ലാതെയുള്ള ഇതിൽ ചെറുതായിട്ടുള്ള തട്ടിമുട്ടിയൊക്കെ തന്നെയാണ്. സിനിമ അഭിനയങ്ങൾ അങ്ങനെ എന്തെങ്കിലും ചാൻസ് കാര്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നോ? ഇതുവരെ എന്നോട് ആരും ചോദിച്ചിട്ടൊന്നുമില്ല സിനിമ അഭിനയിക്കണം അങ്ങനെ റോള് കാര്യങ്ങൾ. ഇനി ഫ്യൂച്ചറിൽ ഈ ഫ്യൂച്ചറിൽ വല്ലവരും വന്നെന്ന മമ്മൂട്ടിയുടെ കൂടെ ഒന്ന് അഭിനയിക്കണമെന്നുണ്ട്. തീർച്ചയായും ഈ പോഡ്കാസ്റ്റ് കഴിയുമ്പോഴത്തേക്ക് മമ്മൂട്ടി വരട്ടെ. കാരണം എന്നെ എല്ലാവരും പറയും ലേഡി മമ്മൂട്ടിയാന്ന് പറയും. ഞാൻ ഒരു ഉടൻപണം ചാപ്റ്റർ 4 മഴവെല്ലി പോയായിരുന്നു. അന്നേരം അവിടെയും പറഞ്ഞു. അല്ലാതെയൊക്കെ ആണെങ്കിൽ എനിക്ക് കമൻസ് ഒക്കെ വരുന്ന കൂട്ടത്തിൽ പറയും ഇതൊരു ലേഡി മമ്മൂട്ടി തന്നെയാണ്. അങ്ങനെ പറഞ്ഞു ഞാൻ ഓർത്ത് മമ്മൂട്ടിയുടെ കൂടെ ഒരു അഭിനയിക്കാൻ കിട്ടിയെത്താൽ തീർച്ചയായിട്ടും ഈ പോഡ്കാസ്റ്റ് കഴിയുമ്പോഴത്തേക്ക് മമ്മൂട്ടി വരട്ടെ. അതെ, സൊസൈറ്റിയോട് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സാധാരണക്കാരിയായ കോട്ടയംകാരി ഇപ്പം വന്ന് നിൽക്കുന്ന ഒരു ലെവലുണ്ട്. സമൂഹത്തോട് എന്താണ് അവസാനമായി പറയാനുള്ളത്? നമ്മൾ ഡോണ്ട് ഗിവ് അപ്പ്. നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ എന്താണേലും നിങ്ങൾ ഇതുവരെ സ്വപ്നം കണ്ടിട്ടില്ലെങ്കിൽ ഇനി സ്വപ്നം കാണാൻ തുടങ്ങും. കാരണം നമ്മുടെ ലൈഫിൽ കണിശമായിട്ടൊരു ഗോൾ വേണം. എന്താകണം എന്നുള്ള ഒരു ഗോളില്ലാതെ നമ്മൾ ജീവിച്ചെന്നാൽ ഒന്നുമില്ല. അപ്പോൾ എല്ലാ സ്ത്രീയും പുരുഷനും നമ്മുടെ ലൈഫിൽ ഒരു ഗോൾ വേണം എന്നുള്ള രീതിയിൽ അതിനായിട്ട് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കണം. നമുക്ക് നല്ല ബ്രേവ് ആയിരിക്കണം, ഇൻറ്റഗ്രിറ്റി വേണം. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കതിനകത്ത് ഹാർഡ് വർക്കിങ്ങും വേണം. അങ്ങനെയാകുമ്പോൾ ഓപ്പർച്യൂണിറ്റീസ് വരുന്നതൊക്കെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു ഗോൾ ഉണ്ടായിരിക്കണം. നമുക്ക് ഇനി ഒരാളാകണം. എനിക്കും കുശുമ്പല്ല വേണ്ടിയത്, മനസ്സിലായോ? ഇപ്പോൾ എനിക്ക് ഒരാൾക്ക് മേഴ്സിഡസ് ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് ബെൻസ് ഇപ്പം തന്നെ മേടിക്കണം അങ്ങനെയല്ല ഓർക്കുന്നത്. എനിക്കൊരു ബെൻസ് ഉണ്ടായിരുന്നത് നല്ലതായിരുന്നു എന്നൊന്ന് ആഗ്രഹിക്കുക. പക്ഷേ ഫ്രണ്ടിന് ആ ബെൻസ് ഉണ്ടെന്നും കൊണ്ട് കുശുമ്പ് കുത്തിയിട്ട് കാര്യമില്ല. കുശുമ്പെന്ന് പറയുന്നതേ മാറ്റിക്കളയണം. കാരണം നമുക്ക് കിട്ടേണ്ടത് നമുക്ക് ദൈവം തരും, അല്ലേ? അപ്പം അതുപോലെയുള്ളത് വേണം നമ്മൾ ആഗ്രഹിക്കാനായിട്ട്. ആ കുശുമ്പില്ലാതെ ഒരു സിൻസിയറായിട്ട് ഹാർഡ് വർക്ക് ചെയ്താൽ നമുക്ക് ഏത് കാര്യവും സാധിക്കും. ഒരു ഇതിനും ഞാൻ പറയുന്നതല്ല, എനിക്ക് ഒരിക്കൽ പോലും എൻ്റെ സഹോദരങ്ങൾക്ക് കൂടുതൽ കാശുണ്ടെന്നോ എന്നാ പറഞ്ഞിട്ട് എനിക്കൊരു കുശുമ്പ് തോന്നിയിട്ടില്ല. എനിക്ക് സന്തോഷമാണ്. എൻ്റെ കുടുംബക്കാർക്കൊക്കെ നല്ല രീതിയിൽ ഇരിക്കുന്നു പറയുമ്പോൾ എനിക്ക് സന്തോഷമാണ്. പിന്നെ ഒരു കാര്യമുണ്ട്, ഞാൻ അമേരിക്കയിലായിരിക്കുമ്പോഴും ഉണ്ട്, അവർ പറയായിരുന്നു, അവരെന്നോട് പറഞ്ഞ ആലീസ് നീ ഒരു നല്ല ടീച്ചറാകാൻ പറ്റും. ഞാൻ പറഞ്ഞു എന്തോന്ന് ടീച്ചർ? അമേരിക്കയിൽ ചെന്നിട്ട് അതാ ഈ ഇംഗ്ലീഷ് പഠിപ്പിക്കാനായിട്ട് ഞാൻ ഇവിടുന്ന് പോയ ആൾ പഠിപ്പിക്കുക. ഇല്ല, യു എക്സ്പ്ലെയിൻ തിങ്സ് വെരി വെൽ എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ, എനിക്ക് എൻ്റെ അറിവ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നതിൽ എനിക്കൊരു മടിയില്ല. അവർ നല്ലതാകട്ടെ എന്നുള്ള ആ ഒരു ചിന്തയാണ് എനിക്കുള്ളത് എപ്പോഴും. ഞാനൊരു കുക്കറി ഒക്കെ ഷോ ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണെന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ ഇൻഗ്രീഡിയൻസും ഞാൻ എങ്ങനെ ചെയ്തെന്ന് പറഞ്ഞാൽ അതുപോലെ ചെയ്യുള്ളൂ. ഞാനല്ലാതെ ഒരു കാരണം വിഡ്രോ ചെയ്തിട്ട് പറയത്തില്ല ഇന്നത് അവരങ്ങനെ ഉണ്ടാക്കരുതെന്ന്. ഞാൻ പറയുന്നത് എല്ലാവർക്കും കഴിവുള്ളവരാണ്. എന്നെക്കായാലും മിടുക്കരായിട്ട് എല്ലാവർക്കും വരാം.
പക്ഷേ ഞാൻ മിടുക്കിയായെന്ന് പറഞ്ഞെന്നാൽ ഞാൻ എൻ്റെ ഹാർഡ് വർക്ക് കൊണ്ടും എൻ്റെ ആ ഡിറ്റർമിനേഷൻ കൊണ്ടും എൻ്റെ ആ സിൻസിയറിറ്റി കൊണ്ടും ഒക്കെയാണ് ഞാൻ അങ്ങനെ ആയത്. പക്ഷേ എല്ലാവർക്കും എന്നെക്കാളും കഴിവുള്ളവർ തന്നെയാണെന്ന് പറഞ്ഞത്. ഞാൻ വലിയ കഴിവുള്ളതായിട്ടൊന്നും അല്ല, പക്ഷേ അത് നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം. അവസാനം ഒറ്റ ചോദ്യം കൂടി, പ്ലീസ്. 70 വയസ്സ് കഴിഞ്ഞു, ഇനി എന്തൊക്കെയാണ് ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾ? എനിക്കിനി വലിയ സ്വപ്നം എന്നാന്ന് പറഞ്ഞാൽ സ്വപ്നമല്ല, ഒരു ആഗ്രഹം എനിക്കുണ്ട്. എനിക്ക് TV സ്ക്രീനിലൊക്കെ നല്ലപോലെ വന്നിട്ട്, കാരണം എനിക്ക് ആളുകളെ കൂടുതലായിട്ട് മോട്ടിവേറ്റ് ചെയ്യണം. എനിക്കറിയാം ഒരുപാട് പേര്, ഈവൻ അമേരിക്കയിലാണെങ്കിലും അമേരിക്കയിൽ ഒത്തിരി നേഴ്സസ്, എനിക്ക് എൻ്റെ യൂട്യൂബിനകത്ത് വരുന്ന കമൻസ് വായിക്കുമ്പോൾ എനിക്ക് ശരിക്കും പറയാൻ സങ്കടം കൂടെ വരുന്നുണ്ട് കേട്ടോ. ഓരോ മനുഷ്യർ കിടന്നുകൊണ്ട് അനുഭവിക്കുന്ന വിഷമങ്ങളും അടിച്ചമർത്തപ്പെട്ട ജീവിതത്തിൽ കൂടെ പോകുന്നവരുണ്ട്, ഈവൻ അമേരിക്കയിലാണെങ്കിൽ പോലും നമ്മുടെ ഒരിത്. പക്ഷേ അങ്ങനെയുള്ളവർക്കൊരു മോട്ടിവേറ്റ് ചെയ്യാനായിട്ട്, അവർക്ക് ആ ബോണ്ടേജിൽ നിന്നൊക്കെ ഒരു ധൈര്യമായിട്ടൊന്ന് പറയാൻ ഉള്ള ഒരു ഇത് വരണം. അപ്പോൾ അതിന് കൂടുതൽ പേരെൻ്റെ വീഡിയോസൊക്കെ കണ്ടെന്നാലും അങ്ങനെ TV-യിലൊക്കെ ഒന്ന് വരണമെന്നുള്ള ആഗ്രഹമുണ്ട്. അല്ലാതെയുള്ള ചുമ്മാതെയുള്ള ഫെയിമിനല്ല, എന്നാൽ ഫെയിമിന് തന്നെയാണ്. പക്ഷേ അങ്ങനെ ആകുമ്പോഴേ ശരിയാണ്, ഈ ഡോക്ടർ ആലിസ് എന്തോ ആണ് ഒരു ഇങ്ങനെയാണല്ലോ, ഇങ്ങനത്തെ ഒരു ലൈഫായിരുന്നല്ലോ എന്നുള്ളത് ഓർക്കുമ്പോഴേ, അപ്പം അങ്ങനെ കൂടുതൽ പേര് അറിയണമെന്നുള്ള ആഗ്രഹമുണ്ട്. അതുകൊണ്ട് TV-യിലൊക്കെ വന്നാൽ എനിക്ക് ഭയങ്കര സന്തോഷം. ജീവിതത്തിൽ ഒരുപാട് മോട്ടിവേഷൻ നൽകുന്ന ഒരുപാട് ജീവിത അനുഭവങ്ങളുള്ള ഒരാളാണ് എന്നോടൊപ്പം ഉള്ളത്. ഒരുപാട് ലൈഫിലൂടെ ഞാൻ കടന്നുപോയി. ഒരു ചെറുപ്പം മുതൽ, ഒരു ടീനേജ് മുതൽ പ്രണയങ്ങളിലൂടെ, സ്വപ്നങ്ങളിലൂടെ ഒരു മിസ്സസ് ഇന്ത്യയായി നിൽക്കുന്ന ഡോക്ടർ ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് വീണ്ടും എത്തട്ടെ. അപ്പോൾ പ്രാർത്ഥനയിൽ ഓർക്കുക, ഇത്രയും വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് തന്നതിന് വളരെ സന്തോഷം. ഒരുപാട് അഭിമാനത്തോടു കൂടിയും ഒരു നന്ദി അറിയിക്കുകയാണ്. ഞങ്ങളുടെ ഡിസൈർമയുടെ എല്ലാവിധ ഭാവങ്ങളും ആശംസകളും ഈ വന്ന സമയത്തിന് നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച് മാം. താങ്ക് യു സോ മച്ച്.